രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധയുടെ പ്രണയം 77ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. അവിടെ രാധയുടെ പ്രണയം നിങ്ങൾക്ക് 1 തൊട്ട് കിട്ടുന്നതാണ്. അതേ കണക്ക് രാധാറാണിയുടെ മന്ത്രങ്ങളും ആ രാധയുടെ പ്രണയം എന്ന പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും 3 മണിയാകുമ്പോൾ ഗുരുവായൂരപ്പനും രാധാജിയും അനുഗ്രഹിക്കുകയാണെങ്കിൽ നാരായണീയത്തിൻ്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവരുടെ കൈകളിലേക്ക് കിട്ടുന്നതാണ്. എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചയ്ക്ക് 12 മണിക്ക് രാധയുടെ പ്രണയവും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോഴേക്കും അഷ്ടപതിയുടെ ക്ലാസ്സും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് കിട്ടുന്നതാണ്. അതുകൂടാതെ നമ്മൾ ഉടൻ തന്നെ കൃഷ്ണൻ്റെ അവതാരമായ ബുദ്ധൻ, ആ ബുദ്ധനെ കുറിച്ചൊരു നമ്മൾ ബുദ്ധനെ കുറിച്ചൊരു വീഡിയോ ഇറക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ കൃഷ്ണൻ പറയാൻ ബാക്കി വെച്ച കാര്യങ്ങൾ, മോക്ഷം കിട്ടാനുള്ള ഏറ്റവും എളുപ്പ വഴികൾ ബുദ്ധനിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ബുദ്ധൻ അതൊരു പുസ്തകമാക്കി ധർമ്മപദം. ആ ധർമ്മപദം എന്ന പുസ്തകം നിങ്ങൾക്കത് കടയിൽ വാങ്ങിക്കാൻ കിട്ടാൻ പ്രയാസമാണ്, പക്ഷേ കിട്ടും. പക്ഷേ അപ്പം ഞാൻ പിന്നെ നിങ്ങൾക്ക് ആ വരികൾ ഉൾപ്പെടെ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ധർമ്മപദത്തിൻ്റെ ക്ലാസ് ഉടൻ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മോക്ഷത്തിലേക്ക് വളരെയധികം സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ ഞാൻ കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാൻ എങ്ങനെയാണ് കഠിന രാധാഭക്തനായതെന്ന് ആ വീഡിയോയ്ക്കകത്ത് അത് നിങ്ങൾ നിശ്ചയമായിട്ടും ആ വീഡിയോ കേൾക്കണം. പിന്നെ ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു, വളരെ സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻ്റ് ഉള്ളതാണ്. അതേ കണക്ക് പ്രണയം എങ്ങനെ വിജയിക്കാം, അത് സത്യത്തിൽ പ്രണയിക്കുന്ന അല്ലെങ്കിൽ പെൺമക്കളെ ദൂരെ പഠിപ്പിക്കാൻ വിടുന്ന അച്ഛനും അമ്മയും നിർബന്ധമായും കണ്ടിരിക്കണം. പ്രണയിക്കുന്ന ഓരോ പെൺകുട്ടിയും അത് കണ്ടിരിക്കണം. അതേ കണക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്, 8 അധ്യായം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ കൊല്ലം, തിരുവനന്തപുരം, വർക്കല അങ്ങനെയൊക്കെയുള്ള അതേ കണക്ക് കായംകുളം, കൊട്ടാരക്കരയൊക്കെ ഏരിയയിലുള്ളവരാണെങ്കിൽ എറണാകുളത്തു നിന്ന് വരെ ഇവിടെ വന്ന് പഠിച്ചിട്ട് പോകുന്നവരുണ്ട്. അല്ലെങ്കിൽ കാസർഗോഡോ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു തരുന്നതാണ്. പിന്നെ ജ്യോതിഷമുണ്ട്.
ജ്യോതിഷം ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, അതേ കണക്ക് പിന്നെ നക്ഷത്ര ഫലങ്ങൾ, പിന്നെ ജ്യോതിഷപരമായ എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 9645333999. നിങ്ങൾ അതിലേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് രാധയുടെ പ്രണയം ആരംഭിക്കാം. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഇനി നമ്മുടെ രാധാറാണി അമ്മയ്ക്ക് ഇഷ്ടമുള്ള ജയ് വിളി. ബർസാനെ വാലി രാധാറാണിക്ക് പറഞ്ഞു ജയ്. നമ്മുടെ മാതാവ് രാധാറാണിക്ക് ജയ്. നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരി കോരിത്തരുന്ന നമ്മുടെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. നമ്മളെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. നമുക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ രാധയുടെ പ്രണയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും കലാവാസനകൾ, ഇപ്പം കവിത എഴുതുന്നവരാണെങ്കിൽ എനിക്ക് കവിത എഴുതി അയച്ചു തരിക. അതല്ല നിങ്ങൾ നൃത്തം ചവിട്ടുന്നവരാണെങ്കിൽ ഒരു 3 മിനിറ്റ് മാക്സിമം നീണ്ടു നിൽക്കുന്ന ആ നൃത്തരൂപം നിങ്ങളെടുത്ത് എനിക്ക് അയച്ചു തരിക. നമ്മൾ രാധയുടെ പ്രണയത്തിൽ അത് ഇടുന്നതായിരിക്കും. നിങ്ങളുടെ കലാവാസനകൾ മനസ്സിലായില്ലേ? ഒരു 2 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന കഥകൾ എഴുതുന്നവരാണെങ്കിൽ അത് തരിക. അപ്പം ഞാനതെല്ലാം ഈ രാധയുടെ പ്രണയത്തിലൂടെ ഇടുന്നതാണ്. മനസ്സിലേ? നമ്മുടേത് റോഡ് സൈഡാണ്, ആംബുലൻസ് പോകുന്ന സൗണ്ടാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. അപ്പം നിങ്ങളുടെ കലാസൃഷ്ടികളെയും കൂടെ പ്രോത്സാഹിപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കഥകളൊക്കെ ആണെങ്കിൽ ഒരു 2 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു കഥ, ചെറിയ കഥ, നമ്മൾ മിനിക്കഥ എന്ന് പറയത്തില്ലേ, അത് നിങ്ങൾ തന്നു കഴിഞ്ഞാൽ അത് ഞാൻ ഇതിനകത്തുകൂടി അത് നിങ്ങൾക്ക് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ചിത്രം വരയ്ക്കുമെങ്കിൽ മനോഹരമായി വരച്ചു തരിക. പാടുമെങ്കിൽ അങ്ങനെ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ്, 2 മിനിറ്റ് മാക്സിമം 2 മിനിറ്റ്. ഇപ്പോൾ എനിക്ക് ഒരു യു കെയിൽ ജോലി ചെയ്യുന്ന ആശ ഇംഗ്ലീഷിലും മലയാളത്തിലും കവിതകൾ എഴുതും. അപ്പോൾ ആശ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയ കുറേ കവിതകൾ എനിക്ക് അയച്ചു തന്നിട്ട്, അപ്പോൾ ആശ ലണ്ടനിൽ നിൽക്കുകയാണ്, അപ്പോൾ അവിടെയാണ്. അപ്പോൾ എനിക്ക് അയച്ചു തന്നിട്ട്, സാറേ ഇതെന്തെങ്കിലുമൊക്കെ സാറൊന്ന് വായിച്ചു നോക്കി അഭിപ്രായം പറയണേ, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്തണേ എന്നൊക്കെ പറഞ്ഞു. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്താൻ എൻ്റെ ആശ ഞാൻ ആരുമല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്താൻ. പിന്നെ ആശയുടെ നല്ല സൂപ്പർ ഇംഗ്ലീഷിൽ നല്ല സൂപ്പറായിട്ടാണ് കവിത എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ കുറേ കവിതകൾ ഞാൻ വായിച്ചു. അപ്പോൾ അതെല്ലാം പുസ്തകമായിട്ട് ഉടനെ ഇറക്കുന്നുണ്ട്. ആശ നമ്മുടെ സബ്സ്ക്രൈബറാണ്. രാധേ ചാനലിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ്. ലണ്ടനിൽ രാധേ എന്ന ചാനലിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ആശ അതിമനോഹരമായ കവിതകളാണ് എഴുതി തന്നത്. ഉടൻ അത് പുസ്തകമായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇംഗ്ലീഷിലുമുണ്ട്, മലയാളത്തിലുമുണ്ട്. ഇംഗ്ലീഷ് ഞാൻ പിന്നെ മാറ്റി വെച്ചു, കാരണം നമുക്കിപ്പം നമ്മുടെ പ്രേക്ഷകർ എത്ര പേർക്ക് അത് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. കുറേ പേർക്കറിയാം, കുറേ പേർക്ക് അത് കിട്ടത്തില്ല. പക്ഷെ വളരെ ടച്ചിങ് ആയിട്ടുള്ള മലയാളം കവിതയിൽ ഒരെണ്ണം ഞാൻ തിരഞ്ഞെടുത്തതിന് ശേഷം എന്ത് ചെയ്തു, നിങ്ങളുടെ മുന്നിൽ ഇത് ഞാൻ അവതരിപ്പിക്കുകയാണ്. ഇത് ഞാൻ യഥാർത്ഥത്തിൽ ആശയോട് പോലും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുമ്പോൾ മാത്രമായിരിക്കും ആശയും അറിയുന്നത്, ദിലീപ് സാറ് പണി പറ്റിച്ചല്ലോ, നല്ല കവിതയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പരുക്കൻ ശബ്ദത്തിൽ അത് എന്ത് ചെയ്യുകയാണ്, ആ കവിത നിങ്ങൾക്ക് ചൊല്ലിത്തരികയാണ്. അത് കേൾക്കുക. നിങ്ങൾക്കും ഇത്രയും വാസനകളുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരിക. നിശ്ചയമായും ഞാൻ ഇതിലൂടെ അത് അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ആ കവിത ഞാൻ തന്നെ ചൊല്ലുന്നത് നിങ്ങൾ കേട്ടുകൊള്ളൂ. ആശ, മനസ്സിലായില്ലേ? ആശയുടെ കവിത, ലണ്ടനിലുള്ള ആശയുടെ കവിത. നിന്റെ കരവലയത്തിനുള്ളിൽ എൻ്റെ കൈകൾ കോർത്ത് വെച്ച്, നിന്റെ ചുരുൾമുടിയിൽ മെല്ലത്തലോടി, നിന്റെ ആത്മനൊമ്പരങ്ങളെ ഇടനെഞ്ചിലേറ്റുവാങ്ങി, നിന്നിളം ചുണ്ടിൻ അരുണിമയിലെൻ്റെ സ്വപ്നങ്ങളുടെ പൂക്കാലം ബാക്കി വച്ച്, നിന്റെ പ്രണയമൂറുന്ന കണ്ണുകളിൽ കണ്ണും നട്ട് അടരാൻ വെമ്പുന്ന നീർത്തുള്ളികളെ ഉള്ളിലേക്കാവാഹിച്ച്,
ഉള്ളിലേക്കാവാഹിച്ച് സമ്മിശ്ര വികാരങ്ങൾ പുഞ്ചിരിയിൽ ചാലിച്ച് സീമന്തരേഖയിൽ നിന്റെ സിന്ദൂരമണിഞ്ഞ് നിന്റെ മടിത്തട്ടിൽ തലചായ്ച്ച് നിന്റെ മടിത്തട്ടിൽ തലചായ്ച്ച് ജനിമൃതികളുടെ ലോകത്ത് നിന്നെനിക്കെന്നേക്കുമായി വിടവാങ്ങണം സഖീ. ജനിമൃതികളുടെ ലോകത്ത് നിന്നെനിക്ക് എന്നേക്കുമായി വിടവാങ്ങണം സഖീ. എന്തിനെന്നോ നിന്റെ പ്രണയിനിയായി നിന്റെ പ്രണയിനിയായി പ്രിയയായി മരണത്തിനപ്പുറവും വരും ജന്മങ്ങളിലും നിനക്കായി മാത്രമെൻ്റെ ജന്മം പങ്കിടാൻ. എന്തിനെന്നോ നിന്റെ പ്രണയിനിയായി പ്രിയയായി മരണത്തിനപ്പുറവും വരും ജന്മങ്ങളിലും നിനക്കായി മാത്രം എൻ്റെ ജന്മം പങ്കിടാൻ വരൂ, നീ വരൂ. അപ്പോൾ ആശയുടെ കവിത നിങ്ങളെല്ലാം കേട്ടല്ലോ. കവിത മനോഹരമാണ്. ഞാനത് ചൊല്ലി വൃത്തികേടാക്കി എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ പരുക്കൻ ശബ്ദത്തിൽ ചൊല്ലി ഞാൻ വൃത്തികേടാക്കി. അപ്പോൾ ആശയുടെ മനോഹരമായ കവിതയെ ഞാൻ വികലമാക്കിയതിന് സോറി പറയുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും അത് കേട്ടല്ലോ. ഇനി നമുക്ക് രാധയുടെ പ്രണയത്തിലേക്ക് നമുക്ക് കടക്കാം. ഇല്ലേ? ശൈഭ്യയെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ എന്ന് പറയുന്നത് നമ്പർ 1 ശത്രുവാണ്. കൃഷ്ണനെ കൊല്ലാൻ തീരുമാനിച്ചു. മനസ്സിലല്ലേ? ശൈഭ്യ കൃഷ്ണനെ കൊല്ലാനായിട്ട് തീരുമാനിച്ചു. രാത്രിയാകുമ്പോൾ കൃഷ്ണൻ അവിടുത്തെ മാൻചുവട്ടിലാണ് വന്നിങ്ങനെ കിടക്കുന്നത്. നേരം അർദ്ധരാത്രിയായി. ശൈഭ്യ എഴുന്നേറ്റു. കൃഷ്ണന്റെ മാൻചുവട്ടിൽ കിടക്കുന്ന കൃഷ്ണന്റെ അടുക്കലേക്ക് ശൈഭ്യ വരികയാണ്. ഈ സമയത്ത് പ്രപഞ്ചത്തിലെങ്ങും അപശകുനങ്ങൾ പ്രത്യക്ഷപ്പെടാനായിട്ട് തുടങ്ങി. വൃന്ദാവനത്തിലാകെ അപശകുനം, അതിശക്തമായ ഇടിവെട്ടാനായിട്ട് തുടങ്ങുന്നു. പ്രപഞ്ചത്തിലാകെ ഒരു നിശ്ചലത. ആ സമയത്ത് ഇതാ ശൈഭ്യ നടന്ന് അടുത്തു വരികയാണ്. കൈലാസനാഥൻ പോലും പറയുന്നു, കൈലാസത്തിൽ പോലും അസാധാരണമായിട്ട് എന്തോ നടക്കാൻ പോകുന്ന ഒരു തോന്നൽ. എന്തോ കുഴപ്പമുണ്ടല്ലോ. ശൈഭ്യ നടന്നെടുക്കുകയാണ്. ഒന്നും അറിയാതെ കൃഷ്ണൻ ശാന്തനായിട്ട് ഉറങ്ങുകയാണ്. ശൈഭ്യ കൃഷ്ണന്റെ അടുക്കൽ വന്നു നിന്നു. എന്നിട്ട് ശൈഭ്യ മനസ്സിൽ പറഞ്ഞു, ഘാതക, എൻ്റെ പ്രിയപ്പെട്ട അമ്മാവനായ ശ്രീകാല വാസുദേവനെ വധിച്ച ദുഷ്ട, നിന്റെ അന്ത്യം ശൈഭ്യയുടെ കൈകൾ കൊണ്ടാണ് നിന്റെ അന്ത്യം. ഈ സമയത്ത് രാധാറാണി ദുർസ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. അസ്വസ്ഥയായി കിടന്നുരുളാൻ തുടങ്ങുന്നു. രാധാറാണി കാണുകയാണ് ഒരു സ്ത്രീരൂപം നടന്നെടുക്കുന്നത് വളരെ വ്യക്തമായിട്ട് രാധാറാണി കാണുകയാണ്. കൃഷ്ണന്റെ അടുക്കലേക്ക് നടന്നെടുക്കുന്നത് കാണുകയാണ് രാധാറാണി ആകെ അസ്വസ്ഥയായി മാറി. ഈ സമയത്ത് ശൈഭ്യ കൃഷ്ണന്റെ അടുക്കലേക്ക് വന്നു. താൻ കരുതി വച്ചിരുന്ന കഠാര എടുത്തു. ആ കഠാര എടുത്ത് ഉറങ്ങിക്കിടക്കുന്ന കൃഷ്ണന്റെ കഴുത്തിന് നേർക്ക് ആഞ്ഞുകുത്തി. ആ കഠാര കഴുത്തിലേക്ക് എത്തിയില്ല എന്നുള്ള മട്ട് വന്നപ്പോൾ ഉഗ്രനൊരു വിളി, കൃഷ്ണ. ആ ശബ്ദം കേട്ടതും രാധയുടെ ശബ്ദമാണ്. അതേ, ശൈഭ്യ കത്തി ഉയർത്തിയ നിമിഷത്തിലാണ് ആ വിളി വരുന്നത്. ആ ഉറക്കത്തിൽ കൃഷ്ണൻ അറിയുകയാണ്, രാധ വിളിക്കുന്നു. പെട്ടെന്ന് വീണ്ടും വരുന്നു. അതേ, ശൈഭ്യയുടെ കത്തി താന്നു വരികയാണ്. കൃഷ്ണന്റെ കഴുത്തിനടുത്തേക്ക് എത്താറായപ്പോൾ വീണ്ടും കൃഷ്ണൻ ശൈഭ്യ ആഞ്ഞു കുത്തിയതും കൃഷ്ണൻ ചാടി എഴുന്നേറ്റതും ഒപ്പമായിരുന്നു. കഴുത്തിന്റെ അടുത്തൂടെ തൊട്ടില്ല എന്ന മട്ടിൽ ആ കത്തി ചെന്ന് ആ മാവിന്റെ തറയിൽ ചെന്ന് പതിച്ചു.
കൃഷ്ണൻ നോക്കിയപ്പോൾ ശൈബ്യ കത്തിയെടുത്ത് വീണ്ടും കൃഷ്ണന്റെ നേർക്ക് വീശി. കൃഷ്ണൻ ഒരു പുഞ്ചിരിയോടുകൂടി കയ്യിൽ പിടിച്ചു. പുഞ്ചിരിയോടുകൂടി കയ്യിൽ പിടിച്ചിട്ട് ആ കത്തി വാങ്ങിച്ചു. ശൈബ്യ പറഞ്ഞു, കൊല്ലണം എനിക്ക്, കൊല്ലണം എനിക്ക്, കൊല്ലണം എനിക്ക് നിന്നെ കൃഷ്ണ, എനിക്ക് നിന്നെ കൊല്ലണം. കൃഷ്ണൻ ഒരു പുഞ്ചിരിയോടുകൂടി ശൈബ്യയോട് പറഞ്ഞു, നിനക്കെന്താ വേണ്ടത്? എന്നെ കൊല്ലണം അല്ലേ? അതിനെന്തിനാണ് നീ ഒളിച്ചു വരുന്നത്? ഇതാ ശൈബ്യയെ കൊല്ലു, നിനക്ക് കഴിയുമെങ്കിൽ കൊല്ലു. ശൈബ്യ കൃഷ്ണനെ നോക്കി, വേഗമാകട്ടെ ശൈബ്യ, നിനക്ക് കഴിയുമെങ്കിൽ നീ എന്നെ കൊല്ലു ശൈബ്യയെ. ശൈബ്യ കത്തി ഉയർത്തി. കൃഷ്ണൻ പറഞ്ഞു, അതെ കൊല്ലു, നീ കൊന്നുള്ളൂ ശൈബ്യയെ. ശൈബ്യ വീണ്ടും കത്തിയുമായിട്ട് കൃഷ്ണന്റെ അടുക്കലേക്ക് വന്നു. കൃഷ്ണൻ ഒരു പുഞ്ചിരിയോടുകൂടി നിന്നു, പുഞ്ചിരിയോടുകൂടി നിന്നു. അപ്പോൾ ശൈബ്യ കത്തി ഉയർത്തി. കത്തി ഉയർത്തിയപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ആയിക്കോട്ടെ, നീ എന്നെ കൊന്നുള്ളൂ, ഞാനാണ് സമ്മതിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ശൈബ്യയുടെ കാതുകളെ അടച്ചുകൊണ്ടൊരു വിളി വന്നു, അരുത്, അരുത്. ഒരു സ്ത്രീ സ്വരമാണ്. ആ സ്ത്രീ സ്വരം എവിടുന്ന് വരുന്നെന്ന് പോലും ശൈബ്യയ്ക്ക് അറിയാൻ വയ്യ. ശൈബ്യയ്ക്ക് ഒരു വിഭ്രമം പോലെ, സാക്ഷാൽ രാധാജിയുടെ വിളിയാണത്. ശൈബ്യയ്ക്ക് ഒരു വിഭ്രമം പോലെ. ശൈബ്യ വീണ്ടും കത്തിയെടുത്ത് കൃഷ്ണന്റെ അടുക്കലേക്ക് വന്നു. കൃഷ്ണൻ പുഞ്ചിരിയോടുകൂടി നിന്നു. അപ്പോൾ ശൈബ്യ വീണ്ടും കത്തിയെടുത്ത് കുത്താൻ. പക്ഷേ ശൈബ്യയ്ക്ക് ആകെ ഒരു വിഭ്രമം, ആകെ ഒരു വിഭ്രമം. ശൈബ്യ കുഴഞ്ഞ് നിലത്തേക്ക് വീണു. പക്ഷേ ശൈബ്യ നിലത്തേക്ക് വീഴുന്നതിന് മുമ്പ് കൃഷ്ണൻ കൈകൾ കൊണ്ട് താങ്ങിയെടുത്തു. കൃഷ്ണൻ ശൈബ്യയെ തൻ്റെ കൈകൾ കൊണ്ട് താങ്ങിയെടുത്തിട്ട് ശൈബ്യയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി കിടത്തിയതിനു ശേഷം കൃഷ്ണൻ പെട്ടെന്ന് എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ ശൈബ്യ ബോധശൂന്യയായി, കൊട്ടാരം വൈദ്യനെ വിളിക്കൂ, ഞാൻ ഇതുവഴി പോയപ്പോൾ ഒരു വിളി കേട്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ കൊട്ടാരത്തിൽ അവിടുത്തെ വൈദ്യന്മാർ വന്നു. അവർ ശൈബ്യയെ പരിശോധിച്ചു. പക്ഷേ ശൈബ്യ ഉറക്കത്തിൽ ഏതൊക്കെയോ ലോകങ്ങളിൽ പോവുകയാണ്. ശൈബ്യ ഉറക്കത്തിൽ കാണുകയാണ്, സുഭദ്രയെ കാണുന്നുണ്ട്, താൻ കൃഷ്ണനെ കുത്തുന്നത് കാണുന്നുണ്ട്. കൃഷ്ണൻ മരിച്ചു ശൈബ്യ വിചാരിക്കുകയാണ്. കൃഷ്ണൻ മരിച്ചു. ആ വിഭ്രമത്തിൽ വിചാരിക്കുകയാണ്. അതേ, ബലരാമൻ ജ്യേഷ്ഠൻ തന്നെ ക്രൂദ്ധനായി നോക്കുന്നു. ദേവകിയമ്മ പൊട്ടിക്കരയുന്നു. വാസുദേവൻ മുഖം താങ്ങി നിൽക്കുന്നു. ശ്വേതകേതുവും ഉദ്ധവനും എല്ലാം തകർന്ന് തരിപ്പണമായി. അവർ ജീവിതം അവസാനിപ്പിക്കുന്നു. പക്ഷേ ഒരു പെൺകുട്ടി, അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടി, അവൾ വന്നിട്ട് പറയുന്നു, നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല കൃഷ്ണനെ, നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ ഉള്ളിടത്തോളം നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആരാണിവള്? എന്തൊരു തേജസ്സാണ് ഇവക്ക്. അപ്പോൾ ശൈബ്യ ഒരു വിളി കേട്ടു, ശൈബ്യേ കണ്ണു തുറക്ക്, ശൈബ്യേ കണ്ണു തുറക്ക്. അപ്പോൾ ശൈബ്യ, ഇത് കൃഷ്ണനല്ലേ എന്നെ വിളിക്കുന്നത്? വീണ്ടും ശൈബ്യേ കണ്ണു തുറക്കൂ. ഒരാജ്ഞാസ്വരം പോലെ, ഞാനല്ലേ പറയുന്നത്, കണ്ണു തുറക്കൂ അനുജത്തി. ശൈബ്യ കണ്ണുകൾ തുറന്നപ്പോൾ ത്രിവക്രയുണ്ട്, ദേവകിയുണ്ട്, വസുദേവനുണ്ട്, കൃഷ്ണനുണ്ട്, സുഭദ്രയുണ്ട്. സുഭദ്രയെ ഒക്കത്തെടുത്ത് വെച്ചിരിക്കുകയാണ് ദേവകി. അപ്പോൾ ആ സമയത്ത് കൃഷ്ണൻ ശൈബ്യയുടെ ശിരസ് തലോടിയിട്ട് ചോദിച്ചു, അനുജത്തി എങ്ങനുണ്ട്? അപ്പോൾ ശൈബ്യ ഇങ്ങനെ പരിഭ്രമിച്ചു നോക്കി. അതേ, ഞാൻ കൃഷ്ണനെ വധിക്കാൻ ശ്രമിച്ചത് എല്ലാവരും അറിഞ്ഞോ? അപ്പോൾ കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇവരോട്, ഞാൻ ഇതുവഴി പോയപ്പോൾ അനുജത്തിയുടെ ഒരു ശബ്ദം കേട്ടു. അങ്ങനെ ഞാൻ പെട്ടെന്ന് വന്നു തുറന്നു നോക്കിയപ്പോൾ അബോധാവസ്ഥയിലായിരിക്കുന്നു. അങ്ങനെ ഞാൻ എല്ലാവരെയും വിളിച്ചു, കൊട്ടാരം വൈദ്യനെയും വിളിച്ചു. അങ്ങനെ കൊട്ടാരം വൈദ്യം വന്നു, അനുജത്തിയെ ശുശ്രൂഷിച്ചു. ശൈബ്യ മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ കൊല്ലാൻ ചെന്ന നീ മനുഷ്യൻ എന്തേ പറയാത്തത്? ഈ മനുഷ്യൻ എന്തേ എന്നെ ഇങ്ങനെ സംരക്ഷിക്കുന്നത്? എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. അപ്പോൾ ത്രിവക്ര ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ത്രിവക്രയ്ക്ക് ഒരു സംശയമുണ്ട്, ഇതിനകത്ത് എന്തോ നടന്നിട്ടുണ്ടെന്ന്. ശൈബ്യ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് കൃഷ്ണന്റെ പാദങ്ങളിലേക്ക് വീണു. ഗോവിന്ദ എന്നോട് ക്ഷമിക്കണേ, ഗോവിന്ദ എന്നോട് ക്ഷമിക്കണേ, ഞാൻ അത്രയും പറഞ്ഞപ്പോൾ കൃഷ്ണൻ ശൈബ്യയുടെ വാപത്തി, അനുജത്തി
അനുജത്തി കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്തിനാണ് ത്രിവക്ര ചോദിച്ചു ഇവിടെ ക്ഷമ ഇപ്പം ചോദിച്ചത്? അപ്പോൾ പറഞ്ഞു ഇവൾ ഇത്രയും നാൾ എന്നെ കഠിനമായി വെറുത്ത് എതിർത്തുകൊണ്ടിരുന്നതല്ലേ, അപ്പം ഞാൻ തന്നെ ഇവളുടെ ജീവൻ രക്ഷിച്ചല്ലോ എന്ന് ഓർത്തിട്ട് ഇവൾ എന്ത് ചെയ്യുകയാണ്, ഇവൾ പറയുകയാണ് എന്നോട് ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പുഞ്ചിരിച്ചു. അപ്പോൾ ദേവകി ചോദിച്ചു ശൈബ്യ അപ്പം നിനക്ക് കൃഷ്ണനോടുള്ള വെറുപ്പ് മാറിയോ? ശൈബ്യ പറഞ്ഞു ഗോവിന്ദ ഗോവിന്ദ, അങ്ങാണ് യഥാർത്ഥ ദൈവം, ഞാൻ ഇന്നു മുതൽ അങ്ങയുടെ ദാസിയാണ്. ഈ ശൈബ്യ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ വീണ് കിടക്കുന്നു, ഈ തൃപ്പാദങ്ങളിൽ വീണ് കിടക്കുന്നു. എനിക്കിനി ഗോവിന്ദനപ്പുറം ഒന്നുമില്ല കൃഷ്ണ, കൃഷ്ണനപ്പുറം എനിക്കിനി യാതൊന്നുമില്ല കൃഷ്ണ, എന്നെ രക്ഷിക്കൂ കൃഷ്ണ, എന്നെ രക്ഷിക്കൂ കൃഷ്ണ. ഞാൻ തിരിച്ചറിയുന്നു യഥാർത്ഥ നാരായണൻ ശ്രീകാല വാസുദേവനല്ല, യഥാർത്ഥ നാരായണൻ അങ്ങാണ്, അങ്ങാണ് യഥാർത്ഥ നാരായണൻ, ഞാൻ തിരിച്ചറിയുന്നു. കൃഷ്ണൻ പുഞ്ചിരിയോടുകൂടി ശൈബ്യയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു അനുജത്തി സാരമില്ല, ഏതെങ്കിലും ഒരു ദിവസം നീ ഇങ്ങനെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു, ഞാൻ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു അതിന്. എന്തായാലും നിനക്ക് നിന്റെ തെറ്റുകളെല്ലാം മനസ്സിലായല്ലോ, സന്തോഷം, നീ വിശ്രമിക്കൂ എന്ന് പറഞ്ഞു. എല്ലാവരും പിരിഞ്ഞു. പക്ഷേ ത്രിവക്ര കുശാഗ്ര ബുദ്ധിയാണ് ത്രിവക്രയ്ക്ക്. ത്രിവക്രയാണിപ്പോൾ ദേവകി അമ്മയുടെ എല്ലാ ചുമതലയും ഉള്ളത് ത്രിവക്രയ്ക്കാണ്. കംസന്റെ കൊട്ടാരത്തിൽ പല പല ഗൂഢാലോചനയും ത്രിവക്രയ്ക്ക് നടന്നെങ്കിലും തൻ്റെ തീക്ഷ്ണമായ സംസാരം കൊണ്ട് ഇവരെയൊക്കെ ഒതുക്കി വളർന്നവളാണ് ത്രിവക്ര. ത്രിവക്ര മനസ്സിൽ വിചാരിച്ചു ഇവിടെ മറ്റെന്തോ നടന്നിട്ടുണ്ട്, ഇവക്ക് കൃഷ്ണനോട് പ്രണയമായിരിക്കും, ഈ പ്രണയത്തിൻ്റെ അടയാളമാണ് ഇവൾ ക്രൂരതയായി ദേഷ്യമായി കാണിച്ചത്. വിശ്വസിക്കാൻ പറ്റത്തില്ല, ഇവൾ കൃഷ്ണന്റെ പ്രണയിനിയായി മാറും. ത്രിവക്രയെ സംബന്ധിച്ചിടത്തോളം രുക്മിണി കൃഷ്ണനെ വിവാഹം കഴിക്കുന്നതാണ് ത്രിവക്രയ്ക്കിഷ്ടം. ത്രിവക്ര വിചാരിച്ചു ഈ കൃഷ്ണൻ ഇവളോടുള്ള സമീപനത്തിലും ത്രിവക്രയ്ക്ക് അല്പം അസ്വസ്ഥതയുണ്ട്. ഇവള് കൃഷ്ണനെ എത്ര ആക്ഷേപിക്കുമ്പോഴും എല്ലാം ക്ഷമയോടുകൂടി കൃഷ്ണൻ കേൾക്കുന്നു. എല്ലാം കേട്ട് കൃഷ്ണൻ പുഞ്ചിരിക്കുന്നു, തിരിച്ചൊന്നും പറയുന്നില്ല. കൃഷ്ണൻ്റെ ഉള്ളിൽ എവിടെയോ ഇവളോടും ഒരു മൃദു സമീപനമുണ്ട്. ഇത് അപകടമാണ്. ഇവിടെ വരേണ്ടത് രുക്മിണിയാണ്, ഇവളല്ല. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. അപ്പോഴാണ് ത്രിവക്ര ആലോചിക്കുന്നത് ഉദ്ധവൻ ഇവിടെ കുറച്ച് ദിവസമായി നടക്കുന്നുണ്ട്, പക്ഷേ പഴയ ഉദ്ധവനല്ല. ശൈബ്യയെ കാണുമ്പോൾ പിൻവാങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഉദ്ധവന് ശൈബ്യയോട് എന്തോ സ്നേഹമുണ്ട്, അവളടുത്ത് നിന്ന് തന്നെ അത് ഇടഞ്ഞെടുക്കാം. ത്രിവക്ര വളരെ തന്ത്രജ്ഞയാണ്. ശൈബ്യയെ സമീപിച്ചിട്ട് ചോദിച്ചു ഉദ്ധവനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ ശൈബ്യ പറഞ്ഞു നല്ലവനാണ് ഉദ്ധവൻ, വളരെ നല്ലവനാണ് ഉദ്ധവൻ, കരുണയുള്ളവനാണ് ഉദ്ധവൻ. ഈ ഉദ്ധവൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ യാത്രാസംഘത്തിൽ ആത്മഹത്യ ചെയ്യാതിരുന്നത്, ഞാൻ ജീവനോടിരിക്കുന്നത്. ഉദ്ധവൻ ഇടയ്ക്ക് വെച്ച് ബലരാമൻ ജ്യേഷ്ഠൻ്റെ കൂടെ രേവതൻ്റെ കൂടെ ആ കുശസ്ഥലി പിടിച്ചടക്കാൻ പോയപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷവും എപ്പോഴും കൃഷ്ണൻ്റെ കാര്യങ്ങൾ നോക്കി നടക്കുകയാണ്, എൻ്റെ അടുക്കലേക്ക് മിണ്ടുന്നില്ല. അപ്പോൾ ത്രിവക്ര കരുതിയാതെ അപ്പോൾ ഇവക്ക് ഉദ്ധവനോട് സ്നേഹമുണ്ട്. ത്രിവക്രയ്ക്ക് മനസ്സിലായി. ത്രിവക്ര പതുക്കെ ഉദ്ധവനെ കണ്ടിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? ഒരു വിവാഹമൊക്കെ കഴിക്കണ്ടേ ഉദ്ധവനൊന്നും മിണ്ടിയില്ല. അപ്പോൾ പറഞ്ഞു ആ ശൈബ്യ ഒരു പാവമാണെന്ന് തോന്നുന്നു. ശൈബ്യയുടെ പേര് കേൾക്കുമ്പോഴേ ഉദ്ധവൻ ഞെട്ടും. കാരണം തൻ്റെ പ്രിയപ്പെട്ട ശ്വേതകേതുവിൻ്റെ കാമുകിയാണ്, അയാളിൽ നിന്ന് അവളെ തട്ടിയെടുക്കുന്നത് ശരിയല്ല. എന്നാൽ ഉദ്ധവൻ ഇവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചും പോയി. ഉദ്ധവൻ അന്നേരെ അവിടെ നിന്ന് നടന്നകലും. അപ്പോൾ ത്രിവക്രയ്ക്ക് മനസ്സിലായി ഇവൻ അവളെ ഇഷ്ടമാണ്, പക്ഷേ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഈ സമയത്താണ് ശ്വേതകേതു രുക്മിണി അയച്ച ഒരു ദൂതുമായിട്ട് മധുരയിലെത്തുന്നത്.
അപ്പൊ ശ്വേതകേതുവിന്റെ പ്രവൃത്തിയിൽ നിന്ന് ഒരു ഊഹം വന്നു. അതെ, ഈ ശ്വേതകേതു മുമ്പ് ശൈബ്യയെ സ്നേഹിച്ചിരുന്നു. ഇത് മുമ്പ് എപ്പോഴോ കൃഷ്ണനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ത്രിവക്ര നേരെ ശ്വേതകേതുവിന്റെ അടുക്കൽ ചെന്നു. ശ്വേതകേതുവിന്റെ അടുക്കൽ ചെന്ന് പതുക്കെ ശൈബ്യയെ കുറിച്ച് സംസാരിച്ചു. ശ്വേതകേതുവിന്റെ മുഖഭാവം കണ്ടപ്പോൾ ത്രിവക്രയ്ക്ക് മനസ്സിലായി ഇവൻ ഇഷ്ടമുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു എന്നറിയാമോ? ശ്വേതകേതുവിനോട് പറഞ്ഞു, നോക്കൂ ശ്വേതകേതു, നീ ശൈബ്യയെ വിവാഹം കഴിക്കണമെങ്കിൽ കഴിക്ക്. ആ ഉദ്ധവൻ ശൈബ്യയോട് ഭയങ്കര പ്രണയത്തിലാണ്, അവൻ അവളെ വിവാഹം കഴിക്കണമെന്നുണ്ട്. ഞെട്ടിപ്പോയി ശ്വേതകേതു. എന്ത്? ഉദ്ധവനെ കുറിച്ച് ഒരിക്കലും അങ്ങനെ കരുതിയിട്ടില്ല. അസാമാന്യമായ മനസാന്നിധ്യമുള്ള ആളാണ്. അപ്പൊ ശ്വേതകേതുവിനോട് പറഞ്ഞു, അതേ ശ്വേതകേതു, ഉദ്ധവന് താല്പര്യമുണ്ട്. ഈ ത്രിവക്ര തിരിച്ചു എന്ന് ഉദ്ധവന്റെ അടുത്ത് പറഞ്ഞു, ഉദ്ധവ, ശ്വേതകേതു ശൈബ്യയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഉദ്ധവന്റെ മുഖത്ത് യാതൊരുവിധ ഭാവഭേദങ്ങളുമില്ല. ഉദ്ധവൻ ശാന്തനായി നിൽക്കുകയാണ്. കാരണം ഉദ്ധവൻ അറിയാമല്ലോ. എങ്കിലും ഉദ്ധവന്റെ ഉള്ളിലൊരു വിഷമമുണ്ട്. ഉദ്ധവൻ ഒന്നും മിണ്ടാതെ നടന്നുപോയി. ശ്വേതകേതു വിചാരിച്ചു, ഉദ്ധവൻ അവളെ സ്നേഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉദ്ധവൻ തന്നെയാണ് അവക്ക് ചേരുന്നത്. കാരണം ഉദ്ധവൻ രാജകുമാരനാണ്, ഞാനൊരു ബ്രാഹ്മണനാണ്, ഞാൻ എൻ്റെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആചാര്യ പദവി ലഭിക്കേണ്ടതാണ്. പക്ഷേ ശൈബ്യയുടെ സൗന്ദര്യത്തിൽ മതിമയങ്ങി സാന്ദീപമുനിയെ ഉപേക്ഷിച്ചു പോയതോടുകൂടി എൻ്റെ ആചാര്യ പദവി എന്നേക്കുമായി ഇല്ലാതായി. കരവീരപുരത്ത് ചെന്നപ്പോൾ സ്ഥാനമാനങ്ങൾ കൊതിച്ചു. പക്ഷേ കൃഷ്ണനെ പിന്തുണച്ച് കരവീരത്തെ രാജാവിനെ വധിക്കാൻ കൂട്ടുനിന്നതോടുകൂടി അതും അസ്തമിച്ചു. ഇപ്പോൾ ഇതാ ശൈബ്യയും പോകുന്നു. നെഞ്ചു പൊട്ടുന്ന വേദനയോടുകൂടി ശ്വേതകേതു വിചാരിച്ചു ശൈബ്യയെ വിട്ടുകൊടുക്കുക. അതെ, പ്രണയമെന്ന് പറയുന്നത് സ്വന്തമാക്കുക മാത്രമല്ല, വിട്ടുകൊടുക്കുന്നതും കൂടിയാണ്. ഉദ്ധവൻ നടന്ന് ആരെ സമീപിച്ചു? ഉദ്ധവനല്ല, ശ്വേതകേതു വന്ന് ഉദ്ധവനെ സമീപിച്ചു. ഉദ്ധവനെ സമീപിച്ചിട്ട് പറഞ്ഞു, ഉദ്ധവ, എനിക്ക് നിന്നോടൽപ്പം സംസാരിക്കാനുണ്ട്. ഉദ്ധവൻ പറഞ്ഞു, അതിനെന്താ? അവർ രണ്ടുപേരും നടന്നൊരു നദിക്കരയിൽ ചെന്നിട്ട് ശ്വേതകേതു പറഞ്ഞു, ഉദ്ധവ, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഉദ്ധവൻ പറഞ്ഞു, ആചാര്യ, എന്തിനാണ് ഉപകാരം ചെയ്യണമെന്ന് പറയുന്നത്? ആചാര്യൻ ആജ്ഞാപിക്കുകയാണ് വേണ്ടത്. അപ്പോൾ പറഞ്ഞു, അതെ, എങ്കിൽ ഞാൻ ആജ്ഞാപിക്കുന്നു, നീ ശൈബ്യയെ വിവാഹം ചെയ്യണം. ഉദ്ധവൻ ഞെട്ടിപ്പോയി. ഞാൻ ശൈബ്യയെ വിവാഹം ചെയ്യണമെന്നോ? ശ്വേതകേതു, നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്ക് ശൈബ്യയുമായി ഇഷ്ടമാണെന്ന്? അപ്പൊ ശ്വേതകേതു പറഞ്ഞു, ഉദ്ധവ, നിനക്ക് ശൈബ്യയെ ഇഷ്ടമല്ലേ? ഉദ്ധവൻ ഒന്ന് ഞെട്ടി. ഉദ്ധവൻ പറഞ്ഞു, എന്തായി പറയുന്നത്? നീ ഒന്നും ഒളിക്കണ്ട, നിനക്ക് ശൈബ്യയെ ഇഷ്ടമാണ്, നീയാണ് ചേരുന്നത്. ഞാനൊരു ബ്രാഹ്മണനാണ്, അവളൊരു രാജകുമാരിയാണ്. രാജകുമാരിക്ക് ചേരേണ്ടത് രാജകുമാരനാണ്. ഉദ്ധവ, നീ അതിന് സമ്മതിക്കണം. ഉദ്ധവൻ പറഞ്ഞു, എനിക്ക് അവളെ ഇഷ്ടമാണ്. പക്ഷേ ശ്വേതകേതു, നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. നിങ്ങളിപ്പോൾ ഹൃദയം പൊട്ടുന്ന വേദനയോടുകൂടിയാണ് ശൈബ്യ എനിക്ക് തരാമെന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് വേണ്ട, ഞാനത് ചെയ്യില്ല, ഒരിക്കലും ഞാനത് ചെയ്യില്ല, എനിക്ക് വേണ്ടത്. ഈ സമയത്ത് ഇവരുടെ സംഭാഷണം തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിൽ കേട്ടുകൊണ്ടിരുന്ന ത്രിവക്ര വന്നിട്ട് പറഞ്ഞു, വിഡ്ഢികളെ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് ചർച്ച ചെയ്യാതെ ശൈബ്യയ്ക്ക് ആരെയാണ് ഇഷ്ടമെന്ന് ആദ്യം അറിയ്. ശൈബ്യയുടെ ഇഷ്ടം നിങ്ങൾ മനസ്സിലാക്ക്. അല്ലാതെ ഉദ്ധവൻ പറയുന്നു ശ്വേതകേതുവിനെ വിവാഹം കഴിക്കാൻ, അപ്പോൾ അവൾ തയ്യാറാകുമോ? അപ്പോൾ ഉദ്ധവനും ശ്വേതകേതുവും പരസ്പരം നോക്കി. അപ്പോൾ ത്രിവക്ര പറഞ്ഞു, അതറിയാൻ ഏറ്റവും നല്ല ആള് കൃഷ്ണനാണ്, കൃഷ്ണനെ വിടൂ, കൃഷ്ണനെ കൊണ്ട് ചോദിപ്പിക്കൂ. ശൈബ്യേ, നിനക്ക് ഉദ്ധവനെ വേണോ ശ്വേതകേതുവിനെ വേണോ? ഇവിടെ ത്രിവക്രയുടെ ഉദ്ദേശം ഈ കൃഷ്ണനെ ശൈബ്യയിൽ നിന്ന് മാറ്റുക. ഒരു കാരണവശാലും കൃഷ്ണൻ ശൈബ്യയെ വിവാഹം കഴിക്കരുത്, രുക്മിണിയെ വിവാഹം കഴിക്കണം. രുക്മിണിയാണ് ഇവിടെ വരേണ്ടത്. അതിനുവേണ്ടിയാണ് ത്രിവക്ര ഈ തന്ത്രം മെനഞ്ഞത്. നിങ്ങൾ പറയൂ. അപ്പോൾ ഉദ്ധവനും ശ്വേതകേതുവും പറഞ്ഞ്, ഞങ്ങൾക്കിത് കൃഷ്ണനോട് പറയാൻ ഒരു മടിയുണ്ട്. അപ്പൊ ത്രിവക്ര പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്കില്ല, ഞാൻ പറയാമെന്ന് പറഞ്ഞു. ത്രിവക്ര നേരെ
കൃഷ്ണനെ സമീപിച്ചു. കൃഷ്ണനെ സമീപിച്ചിട്ട് തിരുവക്കര പറഞ്ഞു, കൃഷ്ണ ഭഗവാനെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് ചോദിച്ചു, എന്താണ്? ഉദ്ധവനും ശ്വേതകേതുവിനും ശൈബ്യ ഇഷ്ടമാണ്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, എനിക്കതറിയാം. അറിയാമോ? അതെ, എനിക്കതറിയാം. ശൈബ്യക്ക് ഇതിൽ ആരെയാണ് ഇഷ്ടമെന്നറിയാനുള്ള ദൗത്യം അങ്ങ് നിർവഹിക്കണം. അങ്ങ് ചെന്ന് ചോദിക്കണം, ശൈബ്യേ, നിനക്ക് ഉദ്ധവനെയാണോ ഇഷ്ടം അതോ ശ്വേതകേതുവിനെയാണോ ഇഷ്ടം എന്ന് അങ്ങ് ചെന്ന് ചോദിക്കണം. കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചു. കൃഷ്ണന് മനസ്സിലായി. കൃഷ്ണൻ പറഞ്ഞു, ത്രിവക്രേ, നീ അതിബുദ്ധിമതിയാണ്. തീർച്ചയായിട്ടും ഞാൻ അവളോട് ചോദിക്കും. ഇന്ന് മാത്രമല്ല, അധികം താമസിയാതെ ഇവരിൽ ഒരാളുമായി അവളുടെ വിവാഹം ഞാൻ നടത്തിയിരിക്കും ത്രിവക്രേ. അപ്പൊ ത്രിവക്രയ്ക്ക് ഒരു ത്രിവക്രയെ ഒന്ന് പുഞ്ചിരിച്ചിട്ട് പതുക്കെ ത്രിവക്ര പറഞ്ഞു, രുക്മിണിയാണ് വരേണ്ടത്. കൃഷ്ണൻ ചോദിച്ചു, എന്താ പറഞ്ഞത്? ത്രിവക്ര പറഞ്ഞു, ഒന്നുമില്ല. ത്രിവക്ര നടന്നുപോയി. അന്നത്തെ ദിവസം വൈകുന്നേരമായി. കൃഷ്ണനെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ ശൈബ്യ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ശൈബ്യ കാണുന്നത്, കൃഷ്ണൻ ആ മാഞ്ചുവട്ടിൽ അങ്ങനെ വീണ്ടും തൻ്റെ 2 കൈകളും എടുത്ത് ശിരസിൽ വെച്ചുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ്. ശൈബ്യ നടന്ന് കൃഷ്ണന്റെ അടുക്കലെത്തി. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ആഹാ ശൈബ്യ, എന്താ അനുജത്തി, എന്താ നീ വന്നത്? ശൈബ്യ പറഞ്ഞു, ആദ്യം ഈ അനുജത്തി എന്നുള്ള വിളി നിർത്തൂ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, നീ എൻ്റെ അനുജത്തിയല്ലേ? അതിന് അനുജത്തി ഇവിടെ വേറെ ഉണ്ട്, സുഭദ്രയും എൻ്റെ അനുജത്തിയാണ്. ശൈബ്യയെ, നീയും എൻ്റെ അനുജത്തിയാണ്. അപ്പോൾ ശൈബ്യ വന്നിട്ട് പറഞ്ഞു, ഗോവിന്ദ, എന്നോട് ക്ഷമിക്കില്ലേ? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അത് മറന്നുകള ശൈബ്യയെ. അപ്പൊ ശൈബ്യ പറഞ്ഞു, എന്തേ നിങ്ങൾ ഇവരിടത്ത് പറയാതിരുന്നത്? എന്തേ? ഞാൻ നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു, അവിടുന്നാണ് നിങ്ങൾ എന്നെ എടുത്തുകൊണ്ട് വന്നത് എന്ന് നിങ്ങൾ എന്തേ പറയാഞ്ഞത്? കൃഷ്ണൻ വീണ്ടും പുഞ്ചിരിച്ചു. കൃഷ്ണൻ പറഞ്ഞു, ശൈബ്യേ, നീ അതിനകത്ത് ഇങ്ങനെ കുലുങ്ങിക്കിടക്കുകയാണല്ലോ ശൈബ്യേ, അത് മറന്നു കളയൂ. നിന്നെ മാറ്റിയെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, അത് നടന്നു കഴിഞ്ഞു. അപ്പൊ ശൈബ്യ ഒരു ചോദ്യം ചോദിച്ചു, കൃഷ്ണ, ഞാനൊരു കാര്യം അങ്ങയോട് ചോദിക്കട്ടെ? അപ്പൊ ചോദിച്ചു, എന്താണ്? നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. അപ്പോൾ ശൈബ്യ പറഞ്ഞു, കൃഷ്ണ, അങ്ങേക്ക് മധുരയിൽ തന്നെ അങ്ങേക്ക് ശത്രുക്കളുണ്ട്. അങ്ങേക്ക്. അല്ലാതെ ജരാസന്ധന്റെ ആൾക്കാര്, അവരുടെ ചാരന്മാരുമുണ്ട്. അപ്പോൾ ഈ തുറസായ സ്ഥലത്ത് രാത്രി ഈ മാൻചുവട്ടിൽ കിടക്കാൻ ഭയമില്ലേ? അങ്ങയെ ശത്രുക്കൾ വധിച്ചാലോ? കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചു. അപ്പൊ കൃഷ്ണൻ പതുക്കെ ആ മാൻചുവട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ശൈബ്യയെ, ഒന്നുകൂടി പറഞ്ഞേ. അപ്പൊ ശൈബ്യ പറഞ്ഞു, അങ്ങേക്ക് മധുരയിൽ ശത്രുക്കളുണ്ട്, ഇവിടെ മുഴുവനും അങ്ങേക്ക് ശത്രുക്കളുണ്ട്. ഏത് നിമിഷവും അവരങ്ങയെ കാത്തിരിക്കുകയാണ്. അങ്ങേക്ക് തന്നെ അറിയാമല്ലോ, ബൃഹദ്ബലൻ അങ്ങയുടെ 1-ാം തരം ശത്രുവാണ് മധുരയ്ക്കകത്ത്. ആ ബൃഹദ്ബലനും സാത്യകിയുണ്ട്, ഇവരെല്ലാവരും ഉണ്ട് ഇവിടെ. സത്രാജിത്തിന് അങ്ങയെ ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ജരാസന്ധന്റെ ഒരാളാണ് ഈ ബൃഹദ്ബലൻ. അതുകൊണ്ട് അങ്ങ് ഒരു മുന്നൊരുക്കവുമില്ലാതെ ഈ രാത്രി ഈ മാഞ്ചുവട്ടിൽ കിടന്നാൽ അങ്ങ് വധിക്കപ്പെടില്ലേ? അപ്പോൾ പറഞ്ഞു, ഇല്ല, ഒരിക്കലും എന്നെ കൊല്ലാൻ ആർക്കും സാധ്യമല്ല. അപ്പോൾ ശൈബ്യ പറഞ്ഞു, അങ്ങ് നാരായണനായതുകൊണ്ടോ? കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ നാരായണനൊന്നുമല്ല, ഞാൻ കൃഷ്ണനാണ്. ദേവകിയുടെ കൃഷ്ണൻ, വസുദേവന്റെ കൃഷ്ണൻ, നന്ദഗോപരുടെ കൃഷ്ണൻ, യശോദയുടെ കൃഷ്ണൻ. ഞാൻ നാരായണനൊന്നുമല്ല, പക്ഷേ എന്നെ വധിക്കാൻ സാധ്യമല്ല. അപ്പൊ ചോദിച്ചു, അതെന്താ കാരണം? അതിൻ്റെ കാരണമോ, എന്നെ വധിക്കണമെങ്കിൽ രാധയുടെ വിശുദ്ധി നശിക്കണം. ആകാശത്ത് നിൽക്കുന്ന സൂര്യൻ അടർന്ന് ഭൂമിയിൽ പതിച്ചേക്കാം, ആകാശത്ത് നിൽക്കുന്ന ചന്ദ്രൻ അടർന്ന് ഭൂമിയിൽ പതിച്ചേക്കാം, കൈലാസം ഒന്നാകെ ഭൂമിയിൽ പതിച്ചേക്കാം, വൈകുണ്ഠം ഒന്നാകെ ഭൂമിയിൽ പതിച്ചേക്കാം. പക്ഷേ രാധയുടെ വിശുദ്ധി,
രാധയുടെ വിശുദ്ധി അതൊരിക്കലും നശിക്കില്ല. അതുള്ളിടത്തോളം കാലം ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അവധ്യനാണ് ശൈബിയേ. നീ എന്നെ വധിക്കാൻ വന്നപ്പോഴും എന്നെ ഉണർത്തിയത് രാധയാണ്. എന്ത്? രാധയോ? രാധ ബെർസാനയിലല്ലേ? അതെ, അവൾ അവിടെ ഇരുന്നു കൊണ്ട് വിളിച്ചാൽ ഇവിടെ ഇരിക്കുന്ന എനിക്ക് കേൾക്കാൻ പറ്റും. ഞാൻ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന രാധയ്ക്ക് കേൾക്കാൻ പറ്റും. ശൈബ്യ പറഞ്ഞു, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കൃഷ്ണൻ വീണ്ടും പുഞ്ചിരിച്ചു. അതൊക്കെ അനുഭവം വരുമ്പോൾ മാത്രമാണ്. ഒന്ന് മാത്രം മനസ്സിലാക്കുക, അവളുടെ വിശുദ്ധിയാണ് എൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യം തന്നെ. അപ്പോൾ ചോദിക്കും, അവൾ വേറെ വിവാഹം കഴിച്ചാലോ? അപ്പോൾ കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അവൾ വിവാഹം കഴിച്ചാൽ ആ സമയത്ത് ഒരു കൊച്ചുകുട്ടി പോലും എന്നെ വധിച്ചെന്നിരിക്കും. രാധ ഈ ഭൂമിയിൽ നിന്ന് പൊയ്ക്കഴിഞ്ഞാൽ ഒരു വേടന് പോലും എന്നെ വധിക്കാൻ പറ്റും. ഒരു നിമിഷം കൃഷ്ണൻ എല്ലാം കണ്ണുകൊണ്ട് കാണുകയായിരുന്നു. തൻ്റെ അന്ത്യം വരെ കാലുകൾ നീട്ടിവെച്ച് ധ്യാനാവസ്ഥയിലിരിക്കുന്ന തൻ്റെ കാലുകളിലേക്ക് അമ്പയക്കുന്ന വേടൻ. കൃഷ്ണൻ ചിന്തിക്കുകയാണ്, ആ സമയത്ത് രാധയുണ്ടെങ്കിൽ അത് നടക്കില്ല. രാധ പോയിക്കഴിഞ്ഞപ്പോൾ മാത്രമാണ് അവധ്യനായ താൻ വധിക്കപ്പെടുന്നത്. കൃഷ്ണൻ ഒന്നുകൂടി പുഞ്ചിരിച്ചിട്ട് ഒരു സ്വപ്നത്തിൽ എന്നെണ്ണം പറഞ്ഞു, അതേ രാധ ഈ ഭൂമിയിൽ നിന്ന് പൊയ്ക്കഴിഞ്ഞാൽ അവിടെ വച്ച് ഒരു സാധാരണ പക്ഷികളെ അമ്പെയ്യുന്ന വേടന് പോലും കൃഷ്ണനെ വധിക്കാൻ കഴിയും. ശൈബ്യേ, കൃഷ്ണനെ വധിക്കാൻ കഴിയും. അപ്പോൾ ശൈബ്യ അത്ഭുതത്തോടുകൂടി കൃഷ്ണനെ നോക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, നിനക്കറിയില്ല രാധേ, നിനക്കറിയില്ല രാധേ, അവൾ എൻ്റെ പ്രാണനാണ്, പ്രാണന്റെ പ്രാണനാണ്. അപ്പോൾ പറഞ്ഞു, വൃന്ദാവനത്തെക്കുറിച്ചും രാധയെക്കുറിച്ചും ഞാൻ കേട്ടിട്ടുണ്ട്. നീ എന്ത് കേട്ടിട്ടുണ്ട്? നീ കേട്ടിട്ടുള്ളതിനും അപ്പുറമാണ് ശൈബ്യേ. രാധയ്ക്കും വൃന്ദാവനത്തിലെ ഗോപന്മാർക്കും ഗോപിമാർക്കും ഒരിക്കലും ഞാൻ കൃഷ്ണനല്ല, ഞാൻ ഗോവിന്ദനാണ്, ഞാൻ ആട്ടിടയനാണ്. അവരോട് താടിപ്പാടി ഉല്ലസിച്ച് ഓടക്കുഴൽ വായിച്ചു നടക്കുന്ന ആട്ടിടയൻ. ശൈബ്യ പറഞ്ഞു, ബലരാമൻ ജ്യേഷ്ഠൻ അത് എന്നോട് പറഞ്ഞിട്ടുണ്ട് കൃഷ്ണ. അപ്പോൾ കൃഷ്ണൻ വീണ്ടും പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, രാധയ്ക്കപ്പുറം ഒരു ലോകം കൃഷ്ണനില്ല. എങ്കിൽ എന്തേ രാധയെ കൃഷ്ണ വിവാഹം കഴിക്കാത്തത്? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, എൻ്റെ ജീവിതം പോലും പലരും നോട്ടമിട്ട് വച്ചിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് പോലും എനിക്ക് ഇരിപ്പുറപ്പില്ല. ഓരോ സ്ഥലത്തു നിന്ന് മാറി മാറി പോവുകയാണ്. രാധ ഒരു പാപം പാൽക്കാരി പെണ്ണാണ്. അവളെയും കൂടെ ഈ നരകത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ഞാനില്ല. അവൾ അവിടെ നിൽക്കട്ടെ. എല്ലാ വിശുദ്ധിയോടും കൂടി എൻ്റെ രാധ അവിടെ നിൽക്കട്ടെ. അപ്പൊ ശൈബ്യ പറഞ്ഞു, ഗോപാല, അത്ഭുതകരമായിരിക്കുന്നു. ഈ രാധ എന്തൊരത്ഭുതമാണ്. അപ്പോൾ പറഞ്ഞു, അതെ, അവളൊരത്ഭുതമാണ് രാധ, അവളൊരത്ഭുതമാണ്. അവളുടെ കണ്ണൊന്ന് ചിമ്മിയാൽ ഇവിടെ ഇരിക്കുന്ന എനിക്കറിയാം. എൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞാൽ അവിടെ ഇരിക്കുന്ന രാധയ്ക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു രാഗം പാടാം. നിനക്കറിയുമോ, ഞാൻ വൃന്ദാവനത്തിൽ ഓടക്കുഴൽ വായിക്കുമായിരുന്നു. ആ ഓടക്കുഴല് ഞാൻ രാധയ്ക്ക് കൊടുത്തിട്ടാണ് വന്നത്. ഇന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ ഓടക്കുഴലില്ല. കൃഷ്ണൻ ഒരു രാഗം പാടി. ആ രാഗം കൃഷ്ണൻ തെറ്റിച്ചാണ് പാടുന്നത്, മനഃപൂർവ്വം തെറ്റിച്ചാണ് പാടുന്നത്. ആ രാഗം ഇങ്ങനെ പാടിക്കൊണ്ട് വന്നപ്പോൾ ഇത് തെറ്റിപ്പോയെന്ന് ശൈബ്യയ്ക്ക് പോലും അറിയുന്നില്ല. പെട്ടെന്ന് ഒരു വെള്ളരിപ്രാവ് അവിടെ പറന്നു വന്നു. ആ പ്രാവിൻ്റെ കാലിൽ ഒരു സന്ദേശമുണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ശൈബ്യേ, ആ സന്ദേശം നിനക്കുള്ളതാണ്. ശൈബ്യ പറഞ്ഞു, സന്ദേശം എനിക്കുള്ളതോ? അങ്ങ് പാടൂ, ഞാൻ കേൾക്കട്ടെ. അപ്പോൾ പറഞ്ഞു, നീ ആ സന്ദേശം വായിക്കൂ. അപ്പോൾ ആ വെള്ളരിപ്രാവിനെ എടുത്തു ശൈബ്യ, കാലിലെ കെട്ട് അഴിച്ചു. ആ സന്ദേശം എടുത്ത് വായിക്കുകയാണ്. കൃഷ്ണ, നീ എന്തേ ഈ രാഗം തെറ്റിച്ചു പാടുന്നത്? നീ രാഗം ഒരിക്കലും തെറ്റിക്കാറില്ല.
അങ്ങനെ തെറ്റിയപ്പോൾ എന്തോ ഒരു കാരണമുണ്ട്. മനഃപൂർവ്വം എന്തിനാണ് നീ രാഗം തെറ്റിച്ചത്? ശൈബ്യ അമ്പരന്നു പോയി. ശൈബ്യക്കൊന്നും മിണ്ടാനില്ല. ശൈബ്യ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയിരിക്കുന്നു. ശൈബ്യ പറഞ്ഞു കൃഷ്ണ കൃഷ്ണ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു രാധ രാധ. അപ്പോൾ പറഞ്ഞു രാധേ രാധേ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു അങ്ങനെയല്ല ശൈബ്യ, അങ്ങനെയല്ല. ഞാൻ അവളെ വിളിക്കുന്നതുണ്ട്, ഞാൻ അവളെ ഭജിക്കുന്നതുണ്ട്. നീ അവിടെ ഇരിക്കൂ, അവിടെ ഇരുന്നിട്ട് ഞാൻ പറയുന്നത് കണക്ക് പറയൂ. നിനക്കിപ്പോൾ മനസ്സിലായില്ലേ ഞാനൊന്ന് ചലിച്ചാൽ രാധയെ അറിയുമെന്ന്? അപ്പോൾ പറഞ്ഞു അതേ ഗോവിന്ദ, അതേ ഗോവിന്ദ. എന്നാൽ നീ പറയൂ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. ശൈബ്യ പറഞ്ഞു രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. അപ്പോൾ ശൈബ്യ പറഞ്ഞു ഈ രാധാനാമം ഉച്ചരിക്കുമ്പോൾ എന്തൊരു സമാധാനമാണ്, എന്തൊരു സമാധാനമാണ്. അതെ, ജീവിതത്തിൽ ഇത്രയും ആനന്ദം ഞാൻ അനുഭവിച്ചിട്ടില്ല. കൃഷ്ണൻ പറഞ്ഞു അവൾ ആനന്ദമാകുന്നു, രാധ ആനന്ദമാകുന്നു. എൻ്റെ ക്ലാദിനി ശക്തിയാണ് രാധ, എൻ്റെ ക്ലാദിനി ശക്തിയാണ് രാധ. ശൈബ്യ വീണ്ടും കണ്ണുകൾ കൂട്ടി, ശൈബ്യയുടെ ചുണ്ടുകൾ ചലിച്ചു. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. അപ്പൊ കൃഷ്ണനും കണ്ണുകൾ അടച്ചു. കൃഷ്ണനും പറഞ്ഞു രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഇതെല്ലാം കണ്ടുകൊണ്ടൊരാൾ നിൽപ്പുണ്ടായിരുന്നു. കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഇത് നോക്കിക്കൊണ്ടൊരാൾ നിൽക്കുകയായിരുന്നു. ത്രിവക്ര നിൽക്കുകയാണ്. ത്രിവക്രയ്ക്ക് ആകെ ആശയക്കുഴപ്പമായി. ഒരറ്റത്ത് രുക്മിണി, ഒരറ്റത്ത് ശൈബ്യ, ഒരറ്റത്ത് രാധ. ഇതെന്താണ് സംഭവിക്കുന്നത്? ഈ കൃഷ്ണനെ ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് കരുതി അമ്പരന്ന് നിൽക്കുകയാണ് ത്രിവക്ര. ഇനി ഞാൻ നിങ്ങളെ വൃന്ദാവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതെ, വൃന്ദാവനത്തിൻ്റെ തെരുവീതിയിലൂടെ അതിവേഗം ഒരു രഥം പായുകയാണ്. ഓരോ ഗോപന്മാരും ഓരോ ഗോപികമാരും ആ വീടുകളിൽ നിന്നിറങ്ങി നോക്കുകയാണ്. ആ രഥം മുന്നോട്ടിങ്ങനെ പായുകയാണ്. ഗോപന്മാരും ഗോപികമാരും ആ രഥത്തിന് പിന്നാലെ പാഞ്ഞു, കുട്ടികളും പാഞ്ഞു. ഇതെങ്ങോട്ടേക്കാണ് പോകുന്നത്? കാരണം വളരെ അപൂർവമായിട്ടാണ് വൃന്ദാവനത്തിലേക്ക് രഥങ്ങൾ വരുന്നത്. ആ രഥത്തിന്റെ കൊടിക്കൂരയിലേക്ക് അവർ നോക്കുകയായിരുന്നു. ആ രഥം നേരെ വന്ന് നിന്നത് രാധാറാണിയുടെ വീടിന്റെ മുന്നിലാണ്. അപ്പൊ ഗോപന്മാരും ഗോപികമാരും അവിടെ നിന്നു. ആ രഥത്തിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി. അവരെല്ലാവരും നോക്കി. ആ സ്ത്രീ ആരെയും നോക്കുന്നില്ല. അവർ നടന്ന് നേരെ രാധാജിയുടെ വീട്ടിൽ ചെന്നു. മുൻവശം ഒരു മണി തൂക്കിയിട്ടിട്ടുണ്ട്. അവരാ മണിയടിച്ചപ്പോൾ കീർത്തി മാതാവാണ് വന്നത്. കീർത്തി മാതാവ് വന്ന് വാതിൽ തുറന്നു. അപ്പൊ കീർത്തി മാതാവ് ചോദിച്ചു ആരാണ്, എന്താ വേണ്ടത്? അപ്പോൾ പറഞ്ഞു ഞാൻ രാധയെ കാണാൻ വന്നതാണ്. അപ്പൊ കീർത്തി മാതാവ് പറഞ്ഞു കയറി വരൂ, ഇരിക്കൂ. രാധയെ, ദാ നിന്നെ കാണാൻ ആരോ വന്നിരിക്കുന്നു. അപ്പൊ രാധാജി തൻ്റെ മുറിക്കകത്ത് നിന്ന് ഇറങ്ങി വന്ന് ഈ സ്ത്രീയുടെ മുഖം കണ്ടപ്പോൾ രാധാജിയുടെ കണ്ണുകളിൽ കോപമുണ്ടായി. കോപം കൊണ്ട് രാധാജിയുടെ ചുണ്ടുകൾ വിറച്ചു. അത് കണ്ടിട്ട് ആ സ്ത്രീ ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു ഇതേ രാധാജിക്കുള്ള സന്ദേശമാണ്. രാധാജി ആ സന്ദേശം വാങ്ങിക്കുമ്പോഴും രാധാജിയുടെ കണ്ണുകൾ ആ വന്ന സ്ത്രീയിൽ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു. രാധാജി ആ സന്ദേശം ഇങ്ങനെ നോക്കുകയാണ്. ആദ്യത്തെ വരി, രാധേ, ഇവളോട് കോപമരുത്. അവൾ എല്ലാ അഹങ്കാരങ്ങളും ശമിച്ച് അവൾ ഇന്നെൻ്റെ ഭക്തയായി മാറിക്കഴിഞ്ഞു. ഇന്ന് അവൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഞാൻ. നിനക്ക് സുഖമല്ലേ? വൃന്ദാവനത്തിലെ ഓരോ ഗോപന്മാരെയും ഗോപികമാരെയും രാധേ, നീ എൻ്റെ സ്നേഹാന്വേഷണം അറിയിക്കണം എന്ന്
കൃഷ്ണൻ. കൃഷ്ണനാണ് അയച്ചത്. അപ്പ രാധാജി കാണുകയാണ്. രാധാജി വീണ്ടും ആ സ്ത്രീയുടെ മുന്നിലേക്ക് നോക്കി, ആ മുഖത്തേക്ക് നോക്കി. അപ്പ രാധാജി കാണുകയാണ്, അതെ അതെ, അന്ന് ഞാൻ ഉറക്കത്തിൽ കണ്ട സ്ത്രീ, കത്തിയും എടുത്തുകൊണ്ട് കൃഷ്ണന്റെ അടുക്കലേക്ക് പാഞ്ഞ സ്ത്രീ. പെട്ടെന്ന് ഈ സ്ത്രീ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് രാധാജി പറഞ്ഞു, ശൈബ്യ. രാധാജി അത്ഭുതപ്പെട്ടു പോയി. പിന്നെ ശൈബ്യ അത്ഭുതപ്പെട്ടു പോയി. ശൈബ്യ പറഞ്ഞു, ആ സന്ദേശത്തിൽ എൻ്റെ പേരുണ്ടോ? ഇല്ല. സന്ദേശം കാണിച്ചു. പക്ഷേ ആ ഉറക്കത്തിൽ ഞാൻ കണ്ടതാണ്, ആ ഉറക്കത്തിൽ ഞാൻ കണ്ടതാണ് നിങ്ങളെ. അപ്പോൾ ശൈബ്യ പറഞ്ഞു, ക്ഷമിക്കണം, പൊറുക്കണം. അപ്പോൾ രാധാജി പറഞ്ഞു, കൃഷ്ണൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം മുഴുവൻ നിങ്ങളോട് ക്ഷമിക്കും. ശൈബ്യ പറയുകയാണ്, എനിക്ക് മനസ്സിലാകുന്നില്ല ഗോവിന്ദനെ, എനിക്ക് മനസ്സിലാകുന്നില്ല ഗോവിന്ദനെ. എല്ലാവരും ഗോവിന്ദന് വേണ്ടി നിൽക്കുന്നു, എല്ലാവരും ഗോവിന്ദന് വേണ്ടി നിൽക്കുന്നു. ഗോവിന്ദൻ ക്ഷമിച്ചാൽ ഈ ലോകം മുഴുവൻ ക്ഷമിക്കുന്നു. പക്ഷേ ഗോവിന്ദൻ ഒന്ന് കോപിച്ചാൽ ഈ ലോകം മുഴുവനും കോപിക്കുന്നു. അത്ഭുതമാണ് രാധേ നിങ്ങളുടെ ഗോവിന്ദൻ. പക്ഷേ നിങ്ങളെപ്പോലൊരു ഭാഗ്യവതിയില്ല. കാരണം ആ ഗോവിന്ദൻ നിങ്ങളുടെ അടിമയാണ്. ആ ഗോവിന്ദൻ നിങ്ങളുടെ അടിമയാണ്. നിങ്ങളുടെ കാൽച്ചുവട്ടിലാണ് ആ ഗോവിന്ദൻ. രാധാജി ഒന്ന് പുഞ്ചിരിച്ചു. പുഞ്ചിരിച്ചിട്ട് രാധാജി അവിടെ നിന്ന ഗോപന്മാരോടും ഗോപികമാരോടും പറഞ്ഞു, നോക്കൂ, ഈ വന്നിരിക്കുന്നത് കൃഷ്ണന്റെ, മധുരയിലെ കൃഷ്ണന്റെ ഭക്തയാണ്. കൃഷ്ണന്റെ ഭക്തയായ ശൈബ്യാണ് ഈ വന്നിരിക്കുന്നത്. ശൈബ്യ നമ്മുടെ ഏവരുടെയും അതിഥിയാണ് ശൈബ്യ. അപ്പൊ എല്ലാവരും ശൈബ്യയെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓരോ ഗോപന്മാരും ഗോപികമാരുടെയും പേരിൽ ഈ ബർസാനയുടെ മുഖ്യ അതിഥിയായ രാജ്ഞിയായ ഞാൻ ശൈബ്യയെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ശൈബ്യയെ നോക്കി കൈകൂപ്പി, ശൈബ്യയും കൈകൂപ്പി. ഓരോരുത്തരായിട്ട് അവരവരുടെ വഴിക്ക് പിരിഞ്ഞുപോയി. അപ്പൊ ശൈബ്യ വീണ്ടും വന്നു. വന്നിട്ട് പറഞ്ഞു, രാധേ, രാധാ ഗോവിന്ദ ബന്ധം എനിക്കൊരത്ഭുതമാണ് രാധേ. രാധേ, നിങ്ങൾ അയച്ച വെള്ളരിപ്രാവുണ്ടല്ലോ, ആ വെള്ളരിപ്രാവിൻ്റെ സന്ദേശം എൻ്റെ കൈകളിലാണ് കിട്ടിയത്. അപ്പൊ രാധ വിടർന്ന കണ്ണുകളോടെ നോക്കി. അതെ, ഞാൻ എന്തോ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നോക്കൂ, ദാ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ നിന്നൊന്ന് പിടഞ്ഞാൽ, എൻ്റെ ചുണ്ടെന്നനങ്ങിയാൽ രാധയെ അറിയുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ സംശയം പ്രകടിപ്പിച്ചപ്പോൾ കൃഷ്ണൻ മനഃപൂർവ്വം രാഗം തെറ്റിച്ചു പാടിയതാണ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മറുപടി വന്നു. രാധേ, ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? രാധ പറഞ്ഞു, പ്രണയം, ശുദ്ധമായ പ്രണയമുണ്ടെങ്കിൽ നമുക്കപ്പുറം നിൽക്കുന്ന ആള്, അയാളുടെ ചുണ്ടനങ്ങിയാൽ നമുക്കറിയാം, അയാളുടെ ഹൃദയം ഒന്ന് വിങ്ങിയാൽ നമുക്കറിയാം. അയാൾക്കൊരസുഖം വന്നാൽ അതേ അസുഖം നമുക്കും വരും. അതിനെയാണ് നമ്മൾ ശുദ്ധ പ്രണയമെന്ന് പറയുന്നത്. അപ്പോൾ ശൈബ്യ ഇങ്ങനെ രാധയെ നോക്കുകയായിരുന്നു. ശൈബ്യ പറഞ്ഞു, രാധയെ, എനിക്ക് ഇന്നത്തെ ദിവസം തന്നെ പോകണം. ഞാൻ ഇവിടെ വന്നത് 2 കാര്യങ്ങൾക്കാണ്. അപ്പോൾ ചോദിച്ചു, എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, എനിക്ക് രാധയെ കാണണം. രണ്ടാമത്തെ കാര്യം, എനിക്ക് യശോദാമ്മയെയും നന്ദനെയും കാണണം. മൂന്നാമത്തെ കാര്യം, എനിക്ക് നിങ്ങൾ രാസലീലയാടിയ സ്ഥലങ്ങൾ കാണണം. രാധാജി പറഞ്ഞു, അതിനെന്താ, വന്നോളൂ, എൻ്റെ കൂടെ വന്നോളൂ. അങ്ങനെ രാധാജി ശൈബ്യയും കൊണ്ട് നന്ദഗോപരുടെ വീട്ടിലെത്തി. നന്ദഗോപരുടെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ശൈബ്യ അവരുടെ പാദങ്ങൾ തൊട്ട് വന്നിച്ചു. അപ്പൊ രാധാജി പറഞ്ഞു, ഇതാരാണെന്നറിയാമോ? ശൈബ്യ. അപ്പോൾ നന്ദഗോപർക്ക് മനസ്സിലായില്ല. അപ്പോൾ രാധാജി പറഞ്ഞു, കരവീരപുരത്തെ ഗാലവനെ വധിച്ചു. ആ ഗാലവന്റെ ഇദ്ദേഹത്തിൻ്റെ അനന്തരവനാണ് ആ ഗാലവൻ. പക്ഷേ ആ സ്ത്രീയെ കൃഷ്ണൻ കൊണ്ടുവന്നു, സംരക്ഷിച്ചു, ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. അപ്പോൾ ശൈബ്യ പറഞ്ഞു, അമ്മേ, അമ്മയുടെ മകനാണ് സാക്ഷാൽ നാരായണൻ.
ഞാനത് തിരിച്ചറിഞ്ഞില്ല. ഞാൻ എൻ്റെ അമ്മാവനാണ് നാരായണൻ എന്ന് കരുതി പൂജിച്ചു. ആ അജ്ഞതയിൽ നിന്ന് അമ്മയുടെ മകൻ എന്നെ മോചിപ്പിച്ചു. അമ്മ ഭാഗ്യവതിയാണമ്മേ എന്ന് പറഞ്ഞ് യശോദാമ്മയെ നമിച്ചു. അവിടെ നിന്ന് രാധാജിയുമായിട്ട് ഇവർ പുറത്തേക്കിറങ്ങി. അങ്ങനെ രാധാജി യമുനയുടെ അടുക്കൽ കൊണ്ടുപോയി. അതിനുശേഷം രാധാജിയുമായിട്ട് ആ രാസലീല നടത്തിയ കടമ്പ് വൃക്ഷത്തിൻ്റെ അടുത്ത് വന്നിരുന്നു. കടമ്പ് വൃക്ഷത്തിൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ ശൈബ്യ പറഞ്ഞു, രാധേ, എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പൊ ചോദിച്ചു, എന്താണ് ശൈബ്യയുടെ ആഗ്രഹം? അപ്പോൾ ചോദിച്ചു, എനിക്കത് സാധിച്ചു തരുമോ? എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ സാധിച്ചു തരും. എനിക്കൊന്നുമല്ല, രാധയുടെ നടനം എനിക്കൊന്ന് കാണണം. കൃഷ്ണനുമായിട്ട് നിങ്ങളിവിടെ രാസലീല നടത്തിയിട്ടുണ്ട്. ആ രാസലീലയുടെ നടനം എനിക്കൊന്ന് കാണിച്ചു തരുമോ? രാധ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, കൃഷ്ണനാണ് ഞങ്ങളുടെ നൃത്തം. ഞങ്ങളുടെ നൃത്തച്ചുവടുകൾ കൃഷ്ണനാണ്. അവൻ പോയതോടുകൂടി ഞങ്ങളുടെ നൃത്തം മരിച്ചു. ശൈബ്യയ്ക്കറിയാമോ, അവൻ ഈ കടമ്പ് വൃക്ഷത്തിൻ്റെ അടുക്കൽ ഏകനായി വന്നിരുന്ന് ഓടക്കുഴൽ വായിക്കും. ആ വായന കേൾക്കുമ്പോൾ ഞാൻ മാത്രമല്ല, ഈ വൃന്ദാവനത്തിലെ ഓരോ പെൺകുടികളും അവരുടെ വീടിൻ്റെ കതകുകൾ തുറന്ന് അവരിറങ്ങി വരും. എന്നിട്ട് ഞങ്ങൾ കൂട്ടായി നൃത്തം ചവിട്ടും. അവൻ്റെ രാഗമില്ലാതെ ഇനി എവിടുന്ന് എങ്ങനെ നൃത്തം വരും? അപ്പോൾ പറയും, ആ രാഗം വായിക്കാനോ അവൻ ആ ഓടക്കുഴല് എനിക്ക് തന്നിട്ട് പോയി എന്ന് പറഞ്ഞ് തൻ്റെ വസ്ത്രാഞ്ചലം അല്പമൊന്ന് ഉയർത്തി കാണിച്ചു. അവിടെ കൃഷ്ണൻ അരയിൽ തിരികിയിരിക്കുന്നത് പോലെ രാധാജി ഇത് ആ ഓടക്കുഴൽ തിരികിയിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ആ രാഗമെങ്കിലും എനിക്കൊന്ന് വായിച്ചു തരുമോ? അത് അതിമനോഹരമാണ്. അപ്പൊ ശൈബ്യ ചോദിച്ചു, ഏത് രാഗമാണ് വായിക്കുന്നത്? എനിക്കറിയില്ല. ഏത് രാഗമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, ആ രാഗത്തോളം മധുരമായി ഒന്നുമില്ല. ഞാൻ അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രാഗം വായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രാധാജി ഓടക്കുഴലെടുത്ത് തൻ്റെ ചുണ്ടുകളോട് ചേർത്ത് വെച്ചിട്ട് അതിമനോഹരമായ നാദം അതിൽ നിന്ന് പ്രവഹിക്കുകയാണ്. അതിമനോഹരമായ നാദം. ശൈബ്യ അമ്പരന്നു പോയി ആ നാദം കേട്ടിട്ട്. അതേ, ആ നാദം അവിടുന്ന് അങ്ങനെ പോവുകയാണ്, അലയൊലികളായി പോവുകയാണ്. അവിടെ മധുരയിൽ നദിയുടെ തീരത്ത് ബലരാമനുമൊത്ത് നിന്ന കൃഷ്ണൻ ഒരു നിമിഷം ഒന്ന് സ്തംഭിച്ചു നിന്നു. അതേ, കേൾക്കുകയാണ് കൃഷ്ണൻ ആ ഓടക്കുഴൽ നാദം കേൾക്കുകയാണ്. കൃഷ്ണൻ ആ ഓടക്കുഴൽ നാദം കേൾക്കുകയാണ്. അറിയാതെ കൃഷ്ണന്റെ കാലുകളൊന്ന് ചലിച്ചു. ജിൽ. ബലരാമൻ നോക്കുകയാണ്, കൃഷ്ണൻ മറ്റൊരാളായി മാറുകയാണ്. അതെ, കൃഷ്ണന്റെ ആ പാദചലനം, നൃത്തച്ചുവടിന്റെ ശബ്ദം രാധ കേൾക്കുകയാണ്. അറിയാതെ രാധാറാണിയുടെ കാലുകൾ നിലത്തു ചവിട്ടി. ചിലങ്കയുടെ ശബ്ദം മുഴങ്ങി. ജിൽ. ആ ശബ്ദം മുഴങ്ങി. ശൈബ്യ അത്ഭുതപ്പെടുകയാണ്. കൃഷ്ണനില്ലാതെ നൃത്തം ചവിട്ടില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ മറ്റൊരത്ഭുതം ശൈബ്യയെ കാത്തിരിക്കുകയായിരുന്നു. രാധാറാണിയുടെ ഓടക്കുഴലിന്റെ നാദം. ആ നാദം മുഴങ്ങിയപ്പോൾ ഓരോ ഗ്രാമപ്പെൺകുടികളും പറഞ്ഞു, കൃഷ്ണൻ വന്നേ. അവർ ഓരോരുത്തരും വാതിൽ തുറന്ന് ഓടി വരികയാണ്. അത് കണ്ടിട്ട് ശൈബ്യ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. കൃഷ്ണൻ വന്നേ. അവർ ഓടി അടുത്ത് വന്നപ്പോഴാണ് രാധാജി ഓടക്കുഴൽ വായിക്കുന്നത്. ആ ഓടക്കുഴൽ വായിച്ചിട്ട് രാധാജിയുടെ നൃത്തച്ചുവട് കണ്ടപ്പോൾ ഓരോ ഗോപികമാരും നൃത്തച്ചുവട് വെക്കാൻ തുടങ്ങി. ഓരോരുത്തരും നൃത്തച്ചുവട് വെക്കാൻ തുടങ്ങി. അതേ, കൃഷ്ണന്റെ ആ നൃത്തച്ചുവടിന്റെ ശബ്ദം രാധാജിക്ക് കേൾക്കാം. ശൈബ്യയ്ക്ക് മനസ്സിലായി, എവിടെ നിന്നോ കൃഷ്ണന്റെ ഒരു ഉൾപ്രേരണ വന്നെയാണ്. അതേ, ആ നൃത്തച്ചുവട്, ആ ശബ്ദം വ്യക്തമായി കേൾക്കുകയാണ്. അപ്പൊ രാധാറാണി
നദ്യം ദിന്ന നദ്യം ദിന്ന നദ്യം ദിന്ന നന്നത്തരികട നത്തരികട നത്തരികട ദിം നന്നത്തരികട നത്തരികട നത്തരികട ദിം. അതേ, രാധാറാണിയുടെ ചുവടുകളുടെ വേഗത കൂടുകയാണ്. രാധാറാണിയുടെ മാത്രമല്ല, ചുറ്റും കൂടിയിരിക്കുന്ന ഗോപികമാരുടെയും നൃത്ത ചുവടുകൾക്ക് വേഗം വെക്കുകയാണ്. എല്ലാവരും കൈകൾ കോർത്തു പിടിച്ചു. നദ്യം ദിന്ന നദ്യം ദിന്ന നദ്യം ദിന്ന നദ്യം ദിന്ന നന്നത്തരികട നത്തരികട നത്തരികട ദിം നന്നത്തരികട നത്തരികട നത്തരികട ദിം. പെട്ടെന്ന് നൃത്തത്തിന്റെ താളം മാറി. അതീവ വിശാലമായിട്ട് അവിടെ മുഴുവനും ഒരു ഗാനം മുഴങ്ങി. രാധാറാണി ആ ഗാനം പാടിക്കൊണ്ട് തന്നെ നൃത്തം വയ്ക്കാൻ തുടങ്ങി. ശൈബ്യ അമ്പരന്നിരിക്കുകയാണ്. കരവീരപുരത്ത് താൻ കണ്ട ലോകമല്ല ഇവിടെ. എല്ലാവരും മതിമറന്ന് നൃത്തം ചവിട്ടുകയാണ്. രാധാജിയും ഗോപികമാരും. ബലരാമൻ നോക്കുകയാണ്. കൃഷ്ണൻ എല്ലാം മറന്ന് നൃത്തം ചവിട്ടുകയാണ്. ബലരാമൻ ജ്യേഷ്ഠൻ വിചാരിച്ചു, എത്ര നാളായി ഇവന്റെ നൃത്ത ചുവടുകൾ കണ്ടിട്ട്. കൃഷ്ണൻ മതിമറന്ന് നൃത്തം ചവിട്ടി. രാധാറാണിയും ഗോപികമാരും നൃത്തം ചവിട്ടി. ഒടുവിൽ രാധാറാണി തളർന്ന് ശൈബ്യയുടെ നെഞ്ചിലേക്ക് വീണു. തോഴിമാരെല്ലാവരും സകല ഗോപികമാരും നിലത്തേക്ക് കുഴഞ്ഞു വീണു. ശൈബ്യ രാധാറാണിയെ താങ്ങി. അതുപോലെ നൃത്തത്തിന്റെ ഒടുവിൽ കൃഷ്ണനും കുഴഞ്ഞു വീണു. ബലരാമൻ ജ്യേഷ്ഠൻ കൃഷ്ണനെ തന്റെ നെഞ്ചോട് താങ്ങി. ഇതൊക്കെ കണ്ടുകൊണ്ട് ദേവകി മാതാവ് നിൽക്കുന്നുണ്ടായിരുന്നു. ദേവകി മാതാവിന് മനസ്സിലായി, തൻ്റെ മകൻ ഇന്നും ആ വൃന്ദാവനത്തിലാണ് ജീവിക്കുന്നത്. അവൻ ലോകത്തെവിടെ ചെന്നാലും അവന്റെ ജീവിതം വൃന്ദാവനത്തിലാണ്. ശൈബ്യ നോക്കിയപ്പോൾ രാധാജിയുടെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണുകൾ ഒഴുകി വന്നു. ഗോപികമാരൊന്നൊന്നായി വന്ന് ശൈബ്യയോട് ചോദിച്ചു, എവിടെ കൃഷ്ണൻ? എന്തേ അവൻ വരാത്തത്? നിങ്ങൾ അവൻ വരാതെ ഒറ്റയ്ക്ക് വന്നത് എന്തിനാണ്? ദുഷ്ടയാണ് നിങ്ങൾ. ഞങ്ങളുടെ കൃഷ്ണനില്ലാതെ ഒറ്റയ്ക്ക് എന്തിനാ വന്നത്? ചെന്ന് പറയൂ, കൃഷ്ണനോട് പറയൂ. ഞങ്ങൾ ഗോപികമാര് അവന്റെ വിരഹം താങ്ങാനാവാതെ അന്ത്യമെടുത്തു കഴിഞ്ഞു. ഞങ്ങൾ മരിച്ചാൽ എന്താ അവന്? ഇങ്ങനെ കറങ്ങി നടക്കുകയല്ലേ? കൃഷ്ണനെ ഇങ്ങനെ വിളിക്കുന്നത് കേട്ട് ശൈബ്യ അമ്പരന്നിരിക്കുകയാണ്. ശൈബ്യ മനസ്സിലാക്കുകയാണ്, കൃഷ്ണന് ഇവരും തമ്മിലുള്ള ബന്ധം അപാരമായ ബന്ധം. അപ്പോൾ താൻ പോകാൻ കൃഷ്ണൻ അനുമതി തന്നത് തന്നെ ഈ വൃന്ദാവനവും കൃഷ്ണനും തമ്മിലുള്ള ഹൃദയബന്ധം മനസ്സിലാക്കുവാനാണ്. ഓരോ ഗോപികമാരും എഴുന്നേറ്റിട്ട് പറഞ്ഞു, പൊയ്ക്കോ, കൃഷ്ണനില്ലാതെ ഇതിനകത്തേക്ക് നിങ്ങൾ ഒരിക്കലും വരരുത്. കൃഷ്ണനില്ലാതെ നിങ്ങൾ ഒരിക്കലും ഇതിനകത്തേക്ക് വരരുത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൃഷ്ണനെ തിരിച്ചുതാ, പകരം ഞങ്ങൾ എന്തും തരാം. ശൈബ്യ ഒന്നും മിണ്ടിയില്ല. ഓരോ ഗോപികമാരും തിരിച്ചുപോയി. ശൈബ്യ നോക്കിയപ്പോൾ രാധാറാണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. പെട്ടെന്ന് ശൈബ്യ രാധാജിയുടെ പാദം തൊഴുതു. രാധാജി ശൈബ്യയെ ഇങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്തിനെന്നറിയില്ല, ശൈബ്യ രാധാജിയെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുപോയി. അപ്പോൾ രാധാജി ചോദിച്ചു, എന്താ ശൈബ്യയെ? ശൈബ്യ പറഞ്ഞു, എനിക്ക് പോലും അറിയില്ല. രാധാഗോവിന്ദ ബന്ധം അസാധാരണമാണ്. രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ. ഒരു നിമിഷം ശൈബ്യ അമ്പരന്ന് പോയി. ശൈബ്യ വ്യക്തമായി കേൾക്കുകയാണ് ആ ഗാനം, വളരെ വ്യക്തമായി കേൾക്കുകയാണ്. ഇതെവിടുന്നാണ് വരുന്നത് അറിയാൻ വയ്യ. ആകാശത്ത് ദേവന്മാര് പാടുകയാണോ അറിയാൻ വയ്യ. രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ. വൃന്ദാവനം കണ്ട് ശൈബ്യ സംതൃപ്തി അടഞ്ഞു. തിരിച്ചു പോകാൻ പോവുകയാണ്. അപ്പൊ രാധാജി ശൈബ്യ തൻ്റെ നെഞ്ചോട് ചേർത്തിട്ട് പറഞ്ഞു, ശൈബ്യേ, കൃഷ്ണനെ നീ നോക്കിക്കൊള്ളണം. ഒരു നിഴല് പോലെ നീ കൃഷ്ണന്റെ കൂടെ ഉണ്ടാകണം. അവനൊരു കൊച്ചു പോറൽ പോലും നീ ഏൽക്കാൻ നീ അനുവദിക്കരുത്. കൃഷ്ണനെ വധിക്കാൻ ധൈര്യം കാട്ടിയവളാണ് നീ. അങ്ങനെയുള്ള നിന്നെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണനെ വധിക്കാൻ ആരെങ്കിലും വന്നാൽ നിന്നെ വധിച്ചിട്ടേ അവന്റെ ദേഹത്ത് തൊടാൻ പറ്റൂ. നീ ധീരയാണ്.
നീ ഒരു നിഴല് പോലെ കൃഷ്ണന്റെ കൂടെ ഉണ്ടാകണം, എനിക്ക് വാക്ക് തരൂ ശൈബ്യേ. ശൈബ്യ അമ്പരന്ന് നിൽക്കുകയാണ്. രാധ എന്ന വ്യക്തിത്വം വളർന്നു വളർന്നു വികസിക്കുകയാണ് ശൈബ്യയില്. ശൈബ്യ പറഞ്ഞു, കൃഷ്ണന്റെ കൂടെ ഒരു നിഴലായി ഞാൻ ഉണ്ടാകും, ഞാൻ തരുന്ന വാക്കാണ്. ശൈബ്യ രഥത്തിൽ കയറി. രഥമിങ്ങനെ അകന്നകന്നകന്നകന്നു പോയി. രാധാജി ആ രഥം മറഞ്ഞപ്പോൾ മുട്ടുകുത്തി നിന്നിട്ട് പറഞ്ഞു, കൃഷ്ണ കൃഷ്ണ, നീ എൻ്റെ നാദം കേട്ടുവോ? നീ എൻ്റെ ഓടക്കുഴൽ നാദം കേട്ടുവോ കൃഷ്ണ? നീ എൻ്റെ ഓടക്കുഴൽ നാദം കേട്ടുവോ? ഇതേ സമയം കൃഷ്ണനും ആ മണൽപ്പരപ്പിൽ മുട്ടുകുത്തി നിന്നിട്ട് പറഞ്ഞു, രാധേ രാധേ, നീ എൻ്റെ നൃത്തച്ചുവടുകൾ കേട്ടുവോ? നീ എൻ്റെ നൃത്തച്ചുവടുകൾ കേട്ടുവോ? ബലരാമൻ കൃഷ്ണനെ നെഞ്ചോട് ചേർത്തു വാത്സല്യത്തോടെ കൃഷ്ണനെ തലോടി. ബലരാമൻ മനസ്സിൽ വിചാരിച്ചു, എനിക്ക് മനസ്സിലാകുന്നില്ല ഇവനെ. അവളെ വിവാഹം കഴിക്കാൻ പറഞ്ഞാൽ അതിനും തയ്യാറാകത്തില്ല, എന്നാൽ വൃന്ദാവനത്തിലേക്ക് പോകാൻ പറഞ്ഞാൽ അതും ചെയ്യില്ല. പക്ഷേ ഇവൻ എപ്പോഴും രാധയുടെ പേര് കേട്ടാൽ ഇവൻ കരയുന്നു. രാധയുടെ ഒരു ഓടക്കുഴൽ നാദം അവൻ ഇവിടെ ഇരുന്നു കൊണ്ട് കേൾക്കാം. ഇവൻ എവിടെ ചെന്നാലും വൃന്ദാവനത്തിൽ ജീവിക്കുന്നു. എൻ്റെ അനുജനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ശൈബ്യ തിരിച്ചു വന്ന് രണ്ട് കൈകളും എടുത്ത് കൂപ്പിയിട്ട് പറഞ്ഞു, ഗോവിന്ദ ഗോവിന്ദ, ഞാൻ രാധയെ നമിക്കുന്നു, ഞാൻ അങ്ങയെ നമിക്കുന്നു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ശൈബ്യേ നീ വരൂ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ശൈബ്യ കൃഷ്ണന്റെ കൂടെ മാഞ്ചുവട്ടിൽ വന്നിരുന്നപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ശൈബ്യേ നീ ഇങ്ങനെ പോയാൽ പറ്റില്ല അനുജത്തി, നിനക്കൊരു വിവാഹം വേണം. നീ എൻ്റെ കുഞ്ഞനുജത്തിയാണ്. നീ ഒന്നുകിൽ ഉദ്ധവൻ അല്ലെങ്കിൽ ശ്വേതകേതു, ഇവർ രണ്ടുപേരും നിന്നെ സ്നേഹിക്കുന്നു. ഇവരിൽ ഒരാളെ ശൈബ്യ നീ തിരഞ്ഞെടുക്കണം. അപ്പോൾ ശൈബ്യ പറഞ്ഞു, അത് ഗോവിന്ദ അങ്ങ് തീരുമാനിക്കൂ. ഇതിലൊരാളെ അങ്ങ് പറയൂ. അങ്ങ് ചൂണ്ടിക്കാണിച്ചു തരുന്ന ആരെയും ഞാൻ വിവാഹം കഴിക്കാം. ഞാൻ അങ്ങയുടെ അടിമയാണ്. ഞാൻ അങ്ങയുടെ പാദധൂളികളെടുത്ത് ശിരസിലണിയുന്നു. കൃഷ്ണൻ പറഞ്ഞു, അങ്ങനല്ല ശൈബ്യ, ജീവിതം നിന്റേതാണ്. നീയാണ് തീരുമാനിക്കേണ്ടത്. നിനക്കിതിനകത്ത് ആരെയാണ് വേണ്ടത്, ആരെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞാലും ഞാനത് നടത്തി തന്നിരിക്കും. ഉറപ്പാണ്, ഞാനാണ് പറയുന്നത് നടത്തിത്തരും. അപ്പോൾ ശൈബ്യ പറഞ്ഞു, ഇവര് രണ്ടുമല്ലാതെ മൂന്നാമതൊരാളെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെങ്കിലോ? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ആ ആളാണ് നിനക്ക് സന്തോഷം തരുന്നതെങ്കിൽ നിശ്ചയമായും ഈ കൃഷ്ണൻ വാക്ക് തരുന്നു, നീ ആരുടെ പേര് പറഞ്ഞാലും അവരെ കൊണ്ട് നിന്റെ വിവാഹം ഞാൻ നടത്തിത്തരും. അപ്പോൾ ഒളി കണ്ടിട്ട് ശൈബ്യ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, സത്യമാണോ? കൃഷ്ണൻ പറഞ്ഞു, കൃഷ്ണൻ ഒരു വാക്കേ ഉള്ളൂ ശൈബ്യയെ, നിന്റെ സന്തോഷം അതെനിക്ക് വളരെ വലുതാണ്. നിനക്കാരോടെ ജീവിച്ചാലാണ് സന്തോഷം ഉണ്ടാകുന്നത്? പറയൂ, ഈ കൃഷ്ണൻ അത് നടത്തിത്തരും. അപ്പോൾ പറഞ്ഞു, ഉറപ്പാണോ? കൃഷ്ണൻ വാക്ക് പറഞ്ഞാൽ ശൈബ്യയെ അതിൽ നിന്ന് ഒരിക്കലും കൃഷ്ണൻ പിന്മാറാറില്ല. അപ്പോൾ ശൈബ്യ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം തരാൻ ഈ ഭൂമി മലയാളത്തിൽ ഒരാൾക്ക് മാത്രമേ പറ്റൂ. അത് രാധയുടെ ഗോവിന്ദനാണ്. ഗോവിന്ദ ഗോവിന്ദ, നിങ്ങൾ എനിക്ക് കൃഷ്ണനല്ല, ഗോവിന്ദനാണ്. ഗോവിന്ദ, നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണം. കൃഷ്ണൻ സ്തംഭിച്ചു പോയി. കൃഷ്ണൻ പറഞ്ഞു, എന്ത്? നീ എൻ്റെ അനുജത്തിയാണ്? അല്ല, എനിക്ക് നിങ്ങളുടെ അനുജത്തി ആകണ്ട. എനിക്ക് നിങ്ങളുടെ കൂടെ എനിക്ക് എപ്പോഴും വേണം. കൃഷ്ണ, ഗോവിന്ദ, വാക്കുമാറരുത്. ഗോവിന്ദൻ വാക്കുമാറത്തില്ല എന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണ, എൻ്റെ കഴുത്തിൽ താലി കെട്ടി എന്നെ ഭാര്യയായി സ്വീകരിക്കണം. രാധയുടെ ഗോവിന്ദൻ വാക്കിൽ നിന്ന് പിന്മാറില്ല. കൃഷ്ണൻ സ്തംഭിച്ചു നിൽക്കുകയാണ്. കൃഷ്ണന്റെ മനസ്സിൽ രാധാജിയുടെ മുഖം വന്നു, രുക്മിണിയുടെ മുഖം വന്നു, ശൈബ്യയുടെ മുഖം വന്നു, ഉദ്ധവന്റെ മുഖം വന്നു, ശ്വേതകേതുവിന്റെ മുഖം വന്നു. കൃഷ്ണൻ അമ്പരന്ന് നിൽക്കുകയാണ്. കൃഷ്ണ,
പറയൂ, ഈ ശൈബ്യയ്ക്ക് തന്ന വാക്ക് പാലിക്കുമോ? എൻ്റെ കഴുത്തിൽ നീ മിന്നുകെട്ടുമോ? എൻ്റെ കഴുത്തിൽ നീ മിന്നുകെട്ടുമോ? പ്രേക്ഷകരെ, കൃഷ്ണൻ ആദ്യം താലി കെട്ടിയ സ്ത്രീയായിട്ട് ശൈബ്യ മാറുമോ? കൃഷ്ണൻ എന്ത് മറുപടി പറയും? കൃഷ്ണൻ എന്ത് മറുപടി പറയും? കൃഷ്ണന്റെ മനസ്സിൽ രാധാജി തിളങ്ങി നിൽക്കുന്നു, ഒപ്പം രുക്മിണിയുടെ അഭിപ്രായങ്ങൾ നിൽക്കുന്നു, ശൈബ്യ നിൽക്കുന്നു. ശൈബ്യ പറഞ്ഞു, ഗോവിന്ദ, ഗോവിന്ദൻ വാക്കുപാലിക്കുന്നതാണ്, രാധയുടെ ഗോവിന്ദൻ വാക്കുപാലിക്കുന്നതാണ്. പറയൂ, പറയൂ, ഈ ശൈബ്യ പറഞ്ഞാൽ എന്തും സാധിച്ചു തരുമെന്ന് പറഞ്ഞു. ശൈബ്യയ്ക്ക് വേണ്ടത് കൃഷ്ണനെയാണ്, ശൈബ്യയ്ക്ക് വേണ്ടത് കൃഷ്ണനെയാണ്. കൃഷ്ണൻ ഈ ശൈബ്യയുടെ കഴുത്തിൽ താലി കെട്ടണം. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. കൃഷ്ണന്റെ കാതിൽ അത് വന്നലച്ചു. കൃഷ്ണൻ പറഞ്ഞു, ശൈബ്യേ നീ മിണ്ടരുതേ ഗോവിന്ദ, മിണ്ടരുതേ ഗോവിന്ദ, പറയൂ, എനിക്കൊറ്റ ഉത്തരം, ഇല്ലെങ്കിൽ പറയൂ. കൃഷ്ണൻ ഗോവിന്ദൻ വാക്കുപാലിക്കാത്തവനാണെങ്കിൽ അത് പറയൂ, എനിക്ക് ഗോവിന്ദന്റെ ഭാര്യയായാൽ മതി. സംഭവ ബഹുലമാവുകയാണ്, സംഭവ ബഹുലമാവുകയാണ് രാധയുടെ പ്രണയം. എന്താണ് ഇവിടെ? കൃഷ്ണൻ ആദ്യം താലി കെട്ടുന്ന പെണ്ണായി മാറുമോ? കൃഷ്ണൻ വാക്ക് കൊടുത്തു കഴിഞ്ഞു, ശൈബ്യ വരം ചോദിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് നടക്കുന്നത്? എന്താണ് നടക്കുന്നത്? അടുത്ത ചൊവ്വാഴ്ച രാധാജി അനുഗ്രഹിച്ചാൽ ഞാൻ വരും. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. Come on, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.